ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി കടുപ്പിച്ചതോടെ ഉടലെടുത്ത അന്വേഷണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒരു കേട്ടറിവില്ലാത്ത പേരിൽ നിന്നും ദ്വാരപാലക പാളികളിൽ നിന്നും തുടങ്ങിയതാണ്. ഇന്നിപ്പോൾ മലയാളി ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു ഡി കമ്പനിയിലും 1000 കോടിയുടെ സ്വർണ്ണ കവർച്ചയിലും എത്തി നിൽക്കുന്നു. പാളിയും വാതിലും കടന്ന് പഞ്ചലോഹ വിഗ്രഹങ്ങളിൽ ചെന്ന് നിൽക്കുന്നു ആരോപണങ്ങൾ. പുറത്തുവന്ന ആരോപണങ്ങളിൽ സത്യം തെളിഞ്ഞു വരികയാണെങ്കിൽ കറുപ്പുമുടുത്ത് കല്ലും മുള്ളും താണ്ടി ശരണം വിളിച്ചെത്തുന്ന ഭക്തരോട് സർക്കാർ ഉത്തരം പറഞ്ഞേ തീരൂ. ഒരു പോറ്റിക്കും ബാലമുരുകനും അപ്പുറം കേരളത്തെ ആകെ പറ്റിക്കാൻ, കോടികളുടെ കവർച്ചയ്ക്ക് കളമൊരുക്കാൻ കൂട്ടുനിന്നതാരാണ്? ഡി കമ്പനിയുടെ ഉന്നത കൂട്ടാരാണ്? മണി ലിങ്ക് എങ്ങോട്ട് എന്നതാണ് ചോദ്യം. ചർച്ചയിൽ അതിഥികളിലേക്ക് വരുന്നതിന് മുമ്പ് മുൻ ആഭ്യന്തരമന്ത്രി, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നമ്മോടൊപ്പം കുറച്ച് അല്പനേരമുണ്ട്. ആദ്യം അദ്ദേഹത്തിലേക്ക് പോവുകയാണ്. CPM നിന്നും VK സനോജ്, കോൺഗ്രസിൽ നിന്നും രാജു പി നായർ, അതോടൊപ്പം തന്നെ മുതിർന്ന മാധ്യമ പ്രവർത്തകനും ശ്രീ രാജഗോപാലും നമ്മോടൊപ്പം ചർച്ചയിലുണ്ട്. ആദ്യം രമേശ് ചെന്നിത്തലയ്ക്ക്. ശ്രീ രമേശ് ചെന്നിത്തല, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അങ്ങ് SITക്ക് കൊടുത്ത വിവരങ്ങൾ വളരെ നിർണായകമാണ്. ഡി മണി എന്നയാളുടെ ഇടപാടുകൾ അങ്ങേക്ക് കിട്ടിയ വിവരങ്ങൾ അത് മുഴുവൻ പുറത്തു വിട്ടുകൂടെ അങ്ങേക്ക്? അല്ല, 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ മാത്രം വിചാരിച്ചാൽ ഇത്തരം കാര്യം അല്ല. അതിൻ്റെ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പുറത്ത് പറയാത്തതിന് കാരണം അന്വേഷണം നല്ല നിലയിൽ നടക്കണം എന്നുള്ളത് കൊണ്ടാണ്. SIT അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈ വ്യവസായിയെ വിളിച്ച് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അവർക്ക് കുറേ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അത് നമ്മൾ പുറത്ത് പറഞ്ഞാൽ ഇപ്പോൾ അന്വേഷണത്തെ ബാധിക്കും. ആ വിവരങ്ങളനുസരിച്ചുള്ള അന്വേഷണം നടക്കുകയാണ്. ഡി മണി എന്ന് പറയുന്ന വ്യക്തി അത് ഈ ആൻറ്റിക്സ് സ്മഗിൾ ചെയ്യുന്ന ഒരാളാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ വിശദമായ വിവരങ്ങൾ SIT അന്വേഷിക്കേണ്ട കാര്യമാണ്. ഏതായാലും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്ത നിലയിലുള്ള ഒരു വലിയ അധോലോക സംഘം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല, ഇതിനു മുമ്പ് തന്നെ ഗവൺമെൻറ് ഒരു ഉത്തരവിറക്കി. അതാണ് എനിക്ക് സംശയം വരാൻ കാര്യം. ഞാനത് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴാണ് കേരളത്തിലെ അമ്പലങ്ങളിൽ, പുരാതന ക്ഷേത്രങ്ങളിൽ അതിപുരാതനങ്ങളായ നല്ല ശില്പങ്ങൾ, വാർപ്പുകൾ, ചെമ്പുകൾ, വിളക്കുകൾ, കിണ്ടി, മൊന്ത തുടങ്ങിയിട്ടുള്ള ഒത്തിരി സ്ഥാവര ജംഗമ വസ്തുക്കൾ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളവയുണ്ട്. അതെല്ലാം വിൽക്കാൻ ഗവൺമെൻറ് ദേവസ്വം ബോർഡ് തീരുമാനിച്ചു. അത് ഞാൻ അറിഞ്ഞിട്ട് ഞാനാണ് അതിനെ ശക്തമായി എതിർത്തത്. അപ്പോൾ എന്നോട് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി വാസു പറഞ്ഞു, ഇതൊന്നും ക്ഷേത്രങ്ങളിൽ വെക്കാൻ സ്ഥലമില്ല, അതുകൊണ്ട് ഇത് ഞങ്ങൾ ലേലം ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ പറഞ്ഞത് ശരിയല്ല, കാരണം ഇതൊക്കെ വളരെ പൈതൃകമായ സ്വത്തുക്കളാണ്. എന്നിട്ടും അവർ മുന്നോട്ട് പോയി. അപ്പോഴാണ് ഞാൻ നിയമസഭയിൽ ഇക്കാര്യം ഉന്നയിക്കുകയും മന്ത്രി ഇതേ മറുപടി പറഞ്ഞു, ബോർഡ് പറഞ്ഞ മറുപടി, അമ്പലത്തിൽ വെക്കാൻ സ്ഥലമില്ല. അപ്പം ഇത്രയും കാലം അമ്പലത്തിൽ വെക്കാൻ സ്ഥലമുണ്ടെങ്കിൽ പിന്നെ വീണ്ടും വെച്ചുകൂടെ? ഞാൻ കത്ത് കൊടുത്തു ദേവസ്വം ബോർഡിനാണ്. പിന്നെ അത് മുന്നോട്ട് പോയില്ല. പല ക്ഷേത്രങ്ങളിലെയും ഇരിഡിയം ഉൾപ്പെടെയുള്ളത് കൊണ്ടുപോകുന്നുള്ള പരാതികൾ ഇടയ്ക്ക് വന്നതാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അമൂല്യങ്ങളായ രത്നങ്ങൾ പോലും ഇതുപോലെ കടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സ് ഇതുമായി ഒന്ന് താരതമ്യപ്പെടുത്താനാണ് ഞാൻ ശ്രമിച്ചത്. ഈ വിദേശ മലയാളി കാര്യം പറഞ്ഞപ്പം എനിക്ക് ആ സംശയം വർദ്ധിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് SITയുടെ മുമ്പിൽ പോകണം എന്ന് തീരുമാനിച്ചത്. ഇതിപ്പോൾ ഗോവർദ്ധൻ എന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് 312 ഗ്രാം കിട്ടിയതല്ലല്ലോ ഇവിടെ പ്രശ്നം. ആളിനെ അറസ്റ്റ് ചെയ്താൽ പിന്നെ തൊണ്ടി മുതലാണ് കണ്ടെത്തേണ്ടത്. ഇവിടെ ആരും സ്വർണ്ണത്തെ പറ്റി പറയുന്നില്ല. സ്വർണ്ണം എവിടെ പോയി? സ്വർണ്ണം എന്താ കണ്ടുപിടിക്കാത്തത്? വിദേശത്ത് പോയോ? അത് ഇന്ത്യയിൽ തന്നെ വിറ്റോ? ഇതിൻ്റെ പിന്നിൽ ആരാണുള്ളത്? ഇതെല്ലാം കണ്ടെത്തേണ്ട ഏറ്റവും സുപ്രധാനമായ കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കണ്ടെത്തണമെന്നുള്ള ഒരു താല്പര്യത്തോടു കൂടി ഞാൻ മുന്നോട്ട് പോയത്. നിലവിൽ ഈ CPM നേതാക്കൾ ജയിലിൽ കിടക്കുന്നതാണല്ലോ കോൺഗ്രസ് പ്രധാനമായും ഉന്നയിച്ചിട്ടുള്ളത്. ഇനിയുള്ള വിവരങ്ങൾ രാഷ്ട്രീയ ആരോപണങ്ങളിൽ നിൽക്കുന്നതാണോ? അല്ല, 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ മാത്രം വിചാരിച്ചാൽ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അതിന് ദേവസ്വം മന്ത്രിയുടെ പിന്തുണ ഉണ്ടാകണം, രാഷ്ട്രീയമായ സംരക്ഷണം ഉണ്ടാകണം. ഇത്രയും വലിയൊരു കാര്യം ചെയ്യണമെങ്കിൽ വളരെ അധികാരത്തിൻ്റെ ഇടനാഴികളിൽ ശക്തിയുള്ളവർ, അധികാരത്തിൽ ഉള്ള ആളുകൾ, അവരുടെ പിന്തുണയില്ലാതെ ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. അതാണ് കണ്ടെത്തേണ്ടത്. അതിലേക്ക് എത്തണം. അതിലേക്ക് എന്തുകൊണ്ട് എത്തുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന ചോദ്യം.
ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കടകംപള്ളി അറിഞ്ഞിട്ടുള്ളതാണ് എന്നാണ് ഈ പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളത്. അങ്ങേക്ക് കിട്ടിയ വിവരങ്ങൾ അത്തരം സൂചനകൾ വല്ലതുമുണ്ടോ? മന്ത്രി ഇപ്പം നേരത്തെ തന്നെ അമ്പലങ്ങളിലെ ഈ പുരാവസ്തുക്കളൊക്കെ വിൽക്കുമ്പോൾ മന്ത്രി അറിഞ്ഞിട്ട് മന്ത്രി മറുപടി പറഞ്ഞു. അപ്പം മന്ത്രി അറിയാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം മന്ത്രി അറിഞ്ഞിട്ടുണ്ടോ, മന്ത്രിക്ക് പങ്കാളിത്തമുണ്ടോ എന്നുള്ളതെല്ലാം അന്വേഷണത്തിലൂടെ തെളിയേണ്ട കാര്യങ്ങളാണ്. ഈ ഡി മണിയുടെ തമിഴ്നാട് രാഷ്ട്രീയ ബന്ധമാണല്ലോ SITക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അയാളുടെ കേരള ബന്ധങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലേക്കും നീളാമല്ലോ. അതൊക്കെ അന്വേഷിക്കട്ടെ. അത് അന്വേഷണത്തിലൂടെ അല്ല പുറത്തു വരാൻ കഴിയും. ഏതായാലും പ്രതിപക്ഷവുമായിട്ട് ബന്ധം ഉണ്ടാവേണ്ട കാര്യമില്ല. പ്രതിപക്ഷത്തൊന്നും ചെയ്യാൻ കഴിയില്ല. ഭരിക്കുന്ന ആളുകളോട് ബന്ധപ്പെട്ടല്ലാതെ അവർക്ക് ഇതൊക്കെ അടിച്ചു മാറ്റാൻ കഴിയുമോ? സ്വാഭാവിക ബുദ്ധി, നമ്മുടെ ഒരു തോന്നൽ അല്ലെ ബുദ്ധി ഉപയോഗിച്ച് നോക്കുമ്പോൾ ഭരണത്തിലിരിക്കുന്ന ആളുകളുമായി ബന്ധപ്പെടുന്ന ആണല്ലോ ഇവർക്ക് സൗകര്യം. എന്തായാലും ഇതിൻ്റെ പിന്നിൽ വലിയൊരു മാഫിയ, അവരുടെ ഗൂഢാലോചന, അവരുടെ വൻ കച്ചവടം ഇതെല്ലാം നടക്കുന്നുണ്ട്. ഉദാഹരണമായി തമിഴ്നാട്ടിൽ ചോള രാജാക്കന്മാരുടെ കാലത്ത് ഇതുപോലെയുള്ള പിത്തളയിൽ തീർത്തിട്ടുള്ള ധാരാളം വിഗ്രഹങ്ങൾ ഈ സുഭാഷ് കപൂർ എന്ന് പറയുന്ന ആൾ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. സുഭാഷ് കപൂർ ഈ ഇതുപോലെയുള്ള പഞ്ചലോഹ വിഗ്രഹങ്ങൾ കൊണ്ടുപോകുന്ന വലിയ തോതിലുള്ള ക്ഷേത്രങ്ങളിലെ ദ്വാരപാലക ശില്പങ്ങൾ ഉൾപ്പെടെ പുതിയ നടരാജ വിഗ്രഹങ്ങൾ ഇതെല്ലാം കൊണ്ടുപോകുന്ന ഒരാളാണ്. വൻതോതിൽ വിറ്റ് കാശുണ്ടാക്കിയ ഒരാളാണ്. അതിലിപ്പോൾ തമിഴ്നാട് ജയിലിലുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതൊക്കെ ഒരു ഇൻ്റർനാഷണൽ മാഫിയ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു. ഇതിപ്പോൾ ഏത് കാലത്തായിരുന്നു ഡി മണിയുടെ ഇടപാടുകളെന്ന് അങ്ങേക്ക് വ്യക്തമായി അറിയാമോ? ഏത് വർഷങ്ങളിലായിരുന്നു എന്ന്? ഈ ഗവൺമെൻറ് കാലഘട്ടത്തിലാണ്. അല്ല പിന്നെ ഏത് കാലത്തിലാണ്? ഈ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ കാലഘട്ടത്തിലാണ് ഇതെല്ലാം നടന്നിട്ടുള്ളത്. അത് സത്യസന്ധമായി അന്വേഷിച്ച് വസ്തുതകൾ പുറത്തു കൊണ്ടുവരണം. പിന്നെ അന്തർദേശീയ ബന്ധമുള്ളത് കൊണ്ടാണ് ഞങ്ങളെല്ലാം ആദ്യം തന്നെ പറയുന്നത് കോടതിയുടെ നിരീക്ഷണത്തിൽ ഒരു CBI അന്വേഷണം വേണമെന്ന്. ഇപ്പം അതിൻ്റെ പ്രസക്തി വർദ്ധിച്ചിരിക്കുകയാണ്. ഞാൻ SITയെ കുറ്റപ്പെടുത്തുന്ന നല്ല ഉദ്യോഗസ്ഥന്മാരാണ്, അവരവിടെ ജോലി ചെയ്യട്ടെ. പക്ഷെ അന്തർദേശീയ തലത്തിലുള്ള ഈ മാഫിയകളെ കണ്ടെത്താൻ SITക്ക് കഴിയുമെങ്കിൽ അവർ ചെയ്യട്ടെ. ഇൻ്റർനാഷണൽ റമിഫിക്കേഷനുള്ള കേസുകൾ കേരളത്തിലെ ഒരു SITക്ക് അന്വേഷിച്ച് എത്രമാത്രം ഫലപ്രദമാക്കാൻ കഴിയും എന്നെനിക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് CBIയുടെ നിയന്ത്രണത്തിലുള്ള CBI കോടതിയുടെ നിയന്ത്രണത്തിലുള്ള അന്വേഷണത്തിന് തയ്യാറാകണം. ഇപ്പോൾ ഈ സോണിയാഗാന്ധിയുടെ വസതിയിൽ പോറ്റിയെ എത്തിച്ച അടൂർ പ്രകാശിനും പത്തനംതിട്ട MP-ക്കുമെതിരെയാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതിൽ കോൺഗ്രസ് ഒരു വ്യക്തമായ മറുപടി നൽകേണ്ടതല്ലേ? മറുപടി നൽകിയല്ലോ. മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന എത്ര പടം ഞാൻ വേണേൽ കാണിച്ചു തരാം. സോണിയാഗാന്ധി ആരെല്ലാം കാണാൻ പോകുന്നുണ്ടൊക്കെ ഫോട്ടോ എടുക്കുക. ഇപ്പം നമ്മളെല്ലാം എവിടെയെല്ലാം പോകുമ്പോൾ ആളെല്ലാം ഫോട്ടോ എടുക്കുന്നുണ്ട്. അതാണോ എൻ്റെ കാര്യം? എന്നാൽ അവർ തെളിവ് സഹിതം പറയട്ടെ. ഞങ്ങൾ തെളിവ് സഹിതമല്ലേ പറയുന്നത്. ഇവിടെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള പടം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ വേണേൽ നിങ്ങൾക്ക് തരാം. മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് നിൽക്കുന്നത് ഞങ്ങളാരും പറഞ്ഞോ പിണറായി വിജയനും ഇതുമായിട്ട് ബന്ധമുണ്ടെന്ന്. അപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി അത്ര ബാലിശമായ കാര്യങ്ങൾ സോണിയാഗാന്ധിയെ പോലെ നേതാവിനെ പറ്റി പറഞ്ഞത് തികച്ചും ദൗർഭാഗ്യകരമാണ്. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശബരിമല തന്നെയാണോ വിഷയം? സർക്കാരിന്റെ പ്രവർത്തനത്തെ വിമർശിക്കാൻ ഒന്നുമില്ല കോൺഗ്രസിനെന്നതാണ് CPM പ്രധാനമായും പറയുന്നത്. സർക്കാരിൻ്റെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ സർക്കാരിൻ്റെ വിമർശിക്കേണ്ട കാര്യമില്ല. ജനങ്ങൾ അനുഭവിക്കുകയല്ലേ. തൊഴിലില്ലായ്മ, വിലക്കയറ്റം, വികസനമില്ലായ്മ, ഈ നാട്ടിൽ നടക്കുന്ന കൊള്ളകളും അഴിമതികളും ഇതൊക്കെ ജനങ്ങൾ അനുഭവിക്കുകയല്ലേ. എന്തിനു പ്രത്യേകിച്ച് പറയേണ്ട കാര്യം? അതിൻ്റെ കൂടെ വന്ന് വീണ കാര്യങ്ങളാണ് ശബരിമലയും മറ്റു കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടി നൽകിയത്. ഇനി അവരെ കാത്തിരിക്കുന്നത് ഇതിനേക്കാൾ വലിയ തിരിച്ചടിയാണ്. മാത്രമല്ല മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞതെന്താ? ശബരിമല പ്രശ്നം ഏറ്റിട്ടില്ല, സർക്കാരിന് ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ വർക്ക് ചെയ്യുന്നില്ല, ഞങ്ങൾക്കൊരു തെറ്റും പറ്റിയിട്ടില്ല. അപ്പം ജനങ്ങൾക്ക് തെറ്റുപറ്റി, ജനങ്ങളാണ് കുഴപ്പക്കാർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. BJPയും CPM തമ്മിലുള്ള അന്തർധാര വളരെ വ്യക്തമല്ലേ. ഗവർണറുമായിട്ട് മുഖ്യമന്ത്രിയുടെ കൂട്ടുകെട്ട് എങ്ങനെ ഉണ്ടായി? ഡൽഹിയിൽ നിന്ന് BJP നേതൃത്വം പറഞ്ഞതനുസരിച്ചാണ് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പുതിയ കൂട്ടുകെട്ടുണ്ടായിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഇവർ ഈ സമരമൊക്കെ ചെയ്ത്? DYFക്കാരും SFIക്കാരും ഇതിനെ സമരം ചെയ്തത് ഇവർ രണ്ടുപേരും കൂടെ കൂട്ടുകെട്ടി UDFനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുകയാണ്.
മതന്യൂനപക്ഷങ്ങളെ പരിപൂർണമായി കൈവിട്ട് ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കുന്ന മുഖ്യമന്ത്രിയാണ് ഇവിടെ കാണുന്നത്. ഭൂരിപക്ഷ വർഗീയതയെ ആളിക്കത്തിച്ച് ന്യൂനപക്ഷങ്ങളെ ഒറ്റപ്പെടുത്തുന്ന CPMന്റെ സമീപനം BJPയെ സഹായിക്കാനും സന്തോഷിപ്പിക്കാനുമാണ്. മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടു മനസ്സിലാവും. അമിത്ഷായുടെ വീട്ടിൽ പോയി കണ്ടു. അതിനുശേഷമാണ് ഈ കൂട്ടുകെട്ടുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിലെ ന്യൂനപക്ഷത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിച്ച് അതിൻ്റെ പാലമായി ഗവർണർ നിൽക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഇത്രയും വലിയ സമരം നടന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എല്ലാം കോംപ്രമൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡൽഹിയിലെ BJP നേതൃത്വം പറഞ്ഞിട്ടാണ് ഈ കോംപ്രമൈസ്. ഈ പത്മകുമാർ പാർട്ടിയിൽ തുടരുന്നതിനെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് പ്രതികരിക്കാൻ പരിമിതിയുണ്ട് എന്നാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത്. അതിനെങ്ങനെയാണ് കാണുന്നത്? എന്ത് പരിമിതിയാണുള്ളത്? ബാക്കി സൂര്യന് താഴെയുള്ള എല്ലാ വിഷയങ്ങളും പുള്ളി പറയുന്നുണ്ടല്ലോ. പാർട്ടിയുടെ അദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പറല്ലേ. അദ്ദേഹം പറയാം ഒരു കരിയിൽ അനങ്ങത്തില്ലല്ലോ ഈ പാർട്ടിയിൽ. എന്ത് പരിമിതിയാണുള്ളത്? ഒരു പരിമിതിയില്ല. പരിമിതി ഇത്രേ ഉള്ളൂ. പത്മകുമാറിൻ്റെ പേര് നടപടിയെടുത്താൽ പത്മകുമാർ പലതും വിളിച്ചു പറയും. ആ ഭയമാണ്. ആ ഭയമെന്ന പരിമിതിയാണ് അദ്ദേഹത്തെ പ്രതികരിക്കാതിരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അവസാനമായി ശ്രീ ചെന്നിത്തല, SIT വളരെ വേഗത്തിലാണ് നീങ്ങുന്നത്. ഇപ്പോൾ D മണിയിൽ നിന്നും കിട്ടിയ കാര്യങ്ങൾ ഇന്ന് പോർട്ടിൽ നിന്ന് ചോദിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. SIT അന്വേഷണത്തെ സംശയിക്കേണ്ടതുണ്ടോ? അല്ല, ഞങ്ങളാരും സംശയം പറഞ്ഞില്ലല്ലോ. SIT നല്ല ഉദ്യോഗസ്ഥന്മാരാണ്. അവരവരുടെ ജോലി ചെയ്യട്ടെ. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇതിന് അന്തർദേശീയ ബന്ധങ്ങളുണ്ടെങ്കിൽ അവർക്ക് പരിശോധിക്കാൻ കഴിയുമോ? ഇല്ലെങ്കിൽ അവർ CBI ഏൽപ്പിച്ച് കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം നടക്കും. വളരെ നന്ദി രമേശ് ചെന്നിത്തല ഈ ഘട്ടത്തിൽ നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്തതിന്. ഞാൻ മറ്റതിഥികളിലേക്ക് പോവുകയാണ്. ശ്രീ VK സനോജ്, ഇപ്പോൾ ചെന്നിത്തല പറഞ്ഞതിൽ നിന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു. ഇപ്പോൾ D മണി ഏതു കാലത്താണ് പ്രവർത്തനം നടത്തിയത്? പോറ്റി ഇടനിലക്കാരനായി ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള, അതിൽ D മണിയുടെ ഇടപാടുകൾ 2019 മുതലാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന് കിട്ടിയ വിവരം. അപ്പോൾ ആ നിലയ്ക്ക് വരുമ്പോൾ വീണ്ടും സർക്കാർ പ്രതിരോധത്തിലാകുന്ന വിവരങ്ങളാകില്ലേ പുറത്തേക്ക് വരിക? സനോജ്. അല്ല, ചെന്നിത്തല പറയുന്ന വിവരത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ലോ SIT അന്വേഷണം മുന്നോട്ട് പോവുക. ചെന്നിത്തല ചില പ്രത്യേക രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി 2019 എന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ചെന്നിത്തല പറഞ്ഞ കാര്യം അവഗണിക്കുന്നില്ല. ചെന്നിത്തല പറഞ്ഞ കാര്യം ഉൾപ്പെടെ ചേർത്തുകൊണ്ട് SIT അതിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകട്ടെ. ഇവിടെ ഇന്നലെ മുഖ്യമന്ത്രി ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ചോദ്യത്തിന് എന്തേ ചെന്നിത്തല ഇപ്പോൾ ഉത്തരം പറയാതിരുന്നത്? ചെന്നിത്തല ഇപ്പോൾ വളരെ നിസ്സാരമായിട്ട് പറഞ്ഞല്ലോ, അയ്യോ അങ്ങനെ മുഖ്യമന്ത്രിയുടെ കൂടെ ചിത്രമുണ്ടല്ലോ, എൻ്റെ കൂടെ ചിത്രമുണ്ടല്ലോ. അങ്ങനെ ഒരു ചോദ്യമല്ലല്ലോ ഇന്നലെ മുഖ്യമന്ത്രി ചോദിച്ചത്. നിങ്ങൾ ചെന്നിത്തലയോടൊന്നും ചോദിച്ചില്ല. സ്വാഭാവികമായിട്ടും ഒരു മുതിർന്ന നേതാവ് എന്ന നിലയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ പരിമിതി ഉണ്ടാവാം. പക്ഷേ ഞാനിവിടെ പറയുന്നത്, ചെന്നിത്തല ഇപ്പോൾ ഈ ചർച്ചയിൽ നിങ്ങളോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്ന പടം ഞാൻ കാണിച്ചു തരാം. മുഖ്യമന്ത്രി കൂടെ നിൽക്കുന്ന പോലെയാണോ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയിട്ട് സോണിയാഗാന്ധിക്ക് ചരട് കെട്ടി കൊടുക്കുകയോ സ്വർണ്ണവള ഇട്ട് കൊടുക്കുകയോ എന്തൊക്കെ ചെയ്യുന്ന പടങ്ങൾ? അപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി ചോദിച്ചത് പ്രധാനപ്പെട്ട 2 MP എന്ത് ഉദ്ദേശം വെച്ചിട്ടാണ് ഈ സ്വർണം കട്ടിട്ടുള്ള ആളെ ഈ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് കൊണ്ടുപോയത്. അപ്പോൾ അതിന് മറുപടിയായിട്ട് ഇന്ന് അടൂർ പ്രകാശ് പറഞ്ഞത് മുഖ്യമന്ത്രി കണ്ടതിന് ശേഷമാണ് ഞാൻ കണ്ടത് എന്നാണ്. പക്ഷേ ആ വാദവും പൊളിഞ്ഞുപോയി. കാരണം ഇന്ന് അടൂർ പ്രകാശ് പറഞ്ഞ കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ വളരെ കൃത്യമായി നിങ്ങൾ പരിശോധിക്കണം. 2025 ശേഷമാണോ അടൂർ പ്രകാശും പോറ്റിയും തമ്മിൽ കണ്ടത്? അങ്ങനെ അടൂർ പ്രകാശ് പറയാൻ വേണ്ടി 2019 മുതലാണ് അറിയുന്നതെന്ന് പറയുന്നുണ്ട്. 2019 മുതലാണ് അയാളെ അറിയുന്നതെന്ന് പറയുന്നത്. അല്ല, ഫോട്ടോയുടെ ഞാൻ പറയട്ടെ, ഫോട്ടോയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി കണ്ടതിന് ശേഷമാണെന്നല്ലേ പറഞ്ഞത്. മുഖ്യമന്ത്രി കാണുന്ന എപ്പോഴാണ്? അതിനെക്കുറിച്ച് അടൂർ പ്രകാശ് വല്ലതും പറഞ്ഞോ? മുഖ്യമന്ത്രിയുമായി ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ കാണിച്ചിട്ട് മുഖ്യമന്ത്രി കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ പോറ്റിയുമായി പരിചയപ്പെട്ടത് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് അർത്ഥമാക്കേണ്ടത്? അതിൽ നിങ്ങൾക്ക് ഉപചോദ്യമില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി കണ്ട കാര്യം സംബന്ധിച്ച് നമ്മൾ പറയാം. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, അവിടെ ഭീമാ ജ്വല്ലറി കൊടുത്തിട്ടുള്ള എന്തൊരു വാഹനം, ആംബുലൻസ് ആണെന്ന് തോന്നുന്നു, അത് ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന ചടങ്ങ് നിയമസഭ സെക്രട്ടേറിയറ്റിൻ്റെ പോർട്ടിക്കോയിൽ വെച്ചായിരുന്നു. അവിടെ വെച്ചിട്ട് ചടങ്ങിൽ പങ്കെടുക്കുന്ന സന്ദർഭത്തിൽ അവിടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതല്ലേ മുഖ്യമന്ത്രി പറഞ്ഞത്? അതുപോലെയാണോ ഇപ്പോൾ ചെന്നിത്തല പറഞ്ഞ ഈ നിങ്ങൾ ചോദിച്ച ചോദ്യം ചെന്നിത്തല പറഞ്ഞത്?
ചെന്നിത്തല സനോജ് അപ്പോൾ കൃത്യമായി പറയുന്നത് അല്ല ഇതിലൊരു പോയിന്റ് വേണമല്ലോ, ഈ രണ്ട് എംപിമാർ ഇതിൽ ഉന്നയിക്കുന്ന ചില സോണിയാഗാന്ധിയുടെ കാര്യങ്ങൾ വേണം. അപ്പോയിന്റ്മെന്റുമായിട്ട് അങ്ങോട്ട് പോയത്. ശരി, ഞാൻ ചോദിക്കുന്നത് ശ്രീ സനോജ്, ഇപ്പോൾ എന്താണ് നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം എന്താണ്? അതായത് നിങ്ങളുടെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഭരിക്കുന്ന കാലത്ത് ഈ കോൺഗ്രസ് നേതാക്കൾ പോറ്റിയുമായി ബന്ധം സ്ഥാപിക്കുന്നു. നിങ്ങൾ ഭരിക്കുന്ന കാലത്ത് തന്നെ ഈ പറഞ്ഞ സ്വർണ്ണക്കൊള്ളയ്ക്ക് കോൺഗ്രസ് നേതാക്കളുടെ ഒത്താശ കിട്ടിയെന്നാണോ? ഇനിയിപ്പോൾ എന്തായാലും സോണിയാഗാന്ധി സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്നു എന്നൊരു ആരോപണം നിങ്ങൾക്കില്ല. കൊണ്ടുപോയ നേതാക്കളെയാണ് നിങ്ങൾ ഉന്നയിക്കുന്നത്. അപ്പോൾ ഈ കൊണ്ടുപോയ നേതാക്കൾ ഈ സ്വർണ്ണക്കൊള്ള നടത്തി എന്നതാണോ നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം? നോക്കൂ, അങ്ങയുടെ കൂടെയും അങ്ങയോട് ആരാധനയുള്ള അല്ല പറയട്ടെ അങ്ങയോട് ആരാധനയുള്ളവർ കൂടെ നിന്ന് പടം എടുക്കും. അല്ല ഞാൻ പൂർത്തിയാക്കട്ടെ, ചോദ്യം പൂർത്തിയാക്കട്ടെ. മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്ന പടം എന്ന ഒരു ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്നില്ല ശ്രീ സനോജ്. അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഒരു ആരോപണം ഇല്ലാത്തിടത്ത് നിങ്ങൾ ഈ ചരട് കെട്ടി എന്ന് പറയുമ്പോൾ വലിയ സ്വർണ്ണക്കൊള്ളയുടെ വിവരങ്ങൾ വരുമ്പോൾ ചരട് കെട്ടിയതാണോ വിഷയം? രമേശ് ചെന്നിത്തല ഇപ്പൊ ഉന്നയിച്ചല്ലോ. അല്ല അത് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് കൂടി. ഇല്ല, ചെന്നിത്തല വാക്ക് അങ്ങ് മുഴുവൻ കേട്ടില്ല. ചെന്നിത്തല കൃത്യമായി പറഞ്ഞത് ഞങ്ങൾ അത് ഉന്നയിക്കുന്നില്ലല്ലോ എന്നാണ്. ഉന്നയിച്ചിട്ടുണ്ട്. ഞാനാ പറയുന്നത്, CPM-ന്റെ വക്താവായിട്ടുള്ള ഞാൻ പറയുന്നത്, മുഖ്യമന്ത്രിയുടെ കൂടെ ഈ പോറ്റി നിൽക്കുന്ന പടം വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ കൂടിയും അടൂർ പ്രകാശും ഇപ്പൊ രമേശ് ചെന്നിത്തലയും എല്ലാം ഉന്നയിച്ചിട്ടുണ്ട്. ശരി, എന്താണ് ഉന്നയിക്കുന്നത്? സോണിയാഗാന്ധിയുടെ വീട്ടിൽ എങ്ങനെയാണ് പോറ്റി എത്തിയത് എന്ന മുഖ്യമന്ത്രിയുടെ വളരെ പ്രധാനപ്പെട്ട ചോദ്യത്തിന് മറുപടിയായിട്ട് നിങ്ങളുടെ കൂടെയും ഉണ്ടല്ലോ. അപ്പൊ അതിന് മറുപടിയായിട്ട് അടൂർ പ്രകാശ് ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങൾ പൊളിഞ്ഞു പോയി എന്നാ ഞാൻ പറയാൻ ശ്രമിച്ചത്. മുഖ്യമന്ത്രി കണ്ട ചിത്രങ്ങൾ എന്റെ മുമ്പിലുണ്ട്. അതിനുശേഷമാണ് ഞാൻ കണ്ടത് എന്നാണ്. അതിനുശേഷമല്ല, രവതാ ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള DGP-മാർ ആ ഫോട്ടോയിലുണ്ട്. ഞാൻ പറയട്ടെ ഒരു സെക്കൻഡ് കൂടി. രവതാ ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള DGP-മാർ ഉൾപ്പെടെ ആ ഫോട്ടോയിലുണ്ട്. രവതാ ചന്ദ്രശേഖർ അധികാരം അവിടെ ചുമതലയിൽ വരുന്നത് 2025 ജൂലൈ 1-നാണ്. പ്രയാർ ഗോപാലകൃഷ്ണൻ മറ്റേ ഫോട്ടോയിലുണ്ടല്ലോ, സോണിയാഗാന്ധിയുടെ കൂടെയുള്ള ഫോട്ടോയിൽ. പ്രയാർ ഗോപാലകൃഷ്ണൻ മരിച്ചപ്പോ 2024 ജൂൺ 4-ലാണ്. 2024 ജൂൺ 4-ന് മരിച്ച ആള് പിന്നെ എങ്ങനെയാണ് 2025 മുഖ്യമന്ത്രിയുമായി നിൽക്കുന്ന ഫോട്ടോ ആ കൂടിക്കാഴ്ചക്ക് ശേഷമാണ് ഞാൻ കണ്ടത് എന്ന് പറഞ്ഞാൽ ആ ചിത്രം കളവ് പറയില്ലല്ലോ. ശരി, ശ്രീ സനോജ്, ഒരു പ്രശ്നമുള്ളത് ഒന്നാമത്തെ കാര്യം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചത് പൊളിഞ്ഞ് പാളീസായിരിക്കും. ശരി, അതിന് ശ്രീ രാജു പി നായർ മറുപടി പറട്ടെ. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് എത്തുന്നത് ഈ പറയുന്നത് 2019-ലല്ല. അതിനു മുമ്പ് നമുക്കറിയാം അവിടെ പറയട്ടെ മേൽശാന്തിയുടെ സഹായിയായി എത്തുന്നു. മേൽശാന്തിയുടെ സഹായിയായി അവിടെ എത്തിയ ശേഷം ഈ പറഞ്ഞ അവിടെ എത്തുന്ന പ്രധാനികളുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ച് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന സംശയത്തിൽ അവിടെ നിന്ന് പുറത്താക്കപ്പെടുന്നുണ്ട്. അങ്ങനെ പുറത്താക്കപ്പെട്ട അയാൾ പിന്നീട് തിരിച്ചു വന്നതാണ് ഈ പറയുന്ന വലിയൊരാളായി, പണക്കാരനായി അവിടെ എത്തുന്നത്. അപ്പോൾ അവിടെയാണ് ആ കാലം തൊട്ടാണ് ഈ സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നത്. നമുക്ക് ഈ കേസിലേക്ക് വരുമ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ പല രാഷ്ട്രീയ നേതാക്കളുമായി ഇയാൾക്ക് ബന്ധമുണ്ടാകാം. ആ കാര്യങ്ങളിലേക്ക് വരട്ടെ. കൊള്ള നടക്കുമ്പോൾ അത് ആര് സഹായിച്ചു എന്ന് കൂടിയാണല്ലോ. സ്വർണ്ണക്കൊള്ള നടന്ന കാലമൊന്നും നിങ്ങളിപ്പോ പറയണ്ട. അത് SIT അന്വേഷണത്തിൽ കൂടി അന്വേഷണത്തിൽ കോടതിയിൽ നിന്ന് പുറത്തേക്ക് വന്ന വിവരങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കോടതിയിൽ പുറത്തേക്ക് വന്ന വിവരങ്ങൾ ഇന്നേ കാലത്താണ് കട്ടത്, ഇന്ന മാസമാണ് കട്ടതെന്ന് പറയാൻ നിങ്ങൾ ആളല്ല. അല്ലല്ല, 2019 എപ്പോഴാണ് കോടതി എന്താണ് പരിശോധിച്ചത്? കോടതി പുറത്തേക്ക് വന്ന വിവരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പറഞ്ഞ് തെറ്റാതില്ല. ഇല്ലല്ല, അതൊക്കെ അന്വേഷണം നടക്കുകയാണ്. നിങ്ങൾ ഈ പറയും പോലെ അന്വേഷണം നടക്കുന്നതിനിടയിൽ തന്നെയാണ് കോടതി പല കാര്യങ്ങളും പുറത്തേക്ക് വിടുകയും വേണ്ടിയിട്ട് നിങ്ങൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏത് കാലത്താണ് കട്ടത് എന്ന് നിങ്ങൾ പറഞ്ഞാൽ ശരിയാവില്ല. ഏത് കാലത്താണ് അവിടെ കളവ് നടന്നതെന്നും ആരാണ് പോറ്റിയെ കൊണ്ട് കൊണ്ടുപോയതെന്നെല്ലാം അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ വരുന്ന മൊഴിയുടെ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നല്ലോ. അല്ല, വരുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചർച്ചയുടെ ശ്രീ സനോജ്, ഇപ്പോൾ അന്വേഷണ SIT നടത്തുകയാണ് എന്ന് പറയുകയാണെങ്കിൽ ചർച്ചയുടെ അടിസ്ഥാനമില്ല. ചർച്ചയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പുറത്തേക്ക് വന്ന വിവരങ്ങളാണ് ശ്രീ സനോജ്. വരുന്ന വിവരങ്ങളാണ്. പ്രതിപക്ഷത്തെ സഹായിക്കാൻ, ഇടതുപക്ഷത്തെ വേട്ടയാടാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങൾ കുറെ കാലമായി ഇങ്ങനെയുള്ള പരിപാടി തുടങ്ങിയിട്ട് വരുന്ന വിവരങ്ങൾ, കിട്ടിയ വിവരങ്ങൾ, അനുമാനിക്കുന്ന വിവരങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ ചർച്ച നടത്തിക്കോ. കോടതിയിൽ നിന്ന് വന്ന വിവരങ്ങളോ, കോടതി പുറത്തേക്കിട്ട വിവരങ്ങളോ, പോയില്ല. കോടതിയിൽ നിന്ന് വന്ന വിവരങ്ങളോ കോടതിയിൽ വരട്ടെ. കോടതി ഒന്നും അന്തിമമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, അന്തിമമായിട്ട് പറഞ്ഞിട്ടില്ല. അന്തിമമായി പറഞ്ഞിട്ട് ആളുകളെ പ്രതിപക്ഷ സഹായിക്കാൻ വേണ്ടി പല വാർത്തയും വായിക്കും. അതെ, അങ്ങേക്ക് ഒരു വിവരത്തെ പ്രതിപക്ഷത്തെ സഹായിക്കാനാണെന്ന് ഉറപ്പിക്കുകയാണ്. നിങ്ങൾ ധൃതി പിടിക്കണ്ട. ധൃതിയില്ല, അങ്ങയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയൂ. ഇങ്ങനെ പറഞ്ഞു പോലെ കോൺഗ്രസ് വീണിട്ടുണ്ട്. ആ കുഴിയെ കുറിച്ചിട്ട് രാജു പി നായർ പറയട്ടെ.
രാജു പിന്നാർ ആ കുഴിയെ പറ്റി പറയട്ടെ. അങ്ങ് എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ പ്ലീസ്. കോൺഗ്രസ് കുഴിച്ച നോക്കൂ, കുഴിയിൽ ഒന്ന് കോൺഗ്രസ് അങ്ങ് വീണു. എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ. അത് തന്നെ ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ ചോദ്യം ചോദിക്കട്ടെ. അങ്ങയോടാണ് ചോദ്യം. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ഈ പറഞ്ഞ മൊഴി, ഇപ്പോൾ ഡി മണിയുടെ മൊഴി, അതിനു മുമ്പ് ഒരു വ്യവസായിയുടെ മൊഴി, ഈ മൊഴിയുടെ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ശബരിമലയിലെ ഭരണവുമായി ബന്ധപ്പെട്ട പ്രമുഖന്റെ സഹായം കിട്ടിയെന്ന് പറയുന്നു. ഏത് പ്രമുഖനാണെന്നതിൽ നിങ്ങൾക്ക് ആശങ്കയുണ്ടോ? ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരു ആശങ്കയുമില്ല. ഞങ്ങൾ തുടക്കം മുതൽ തന്നെ പറഞ്ഞല്ലോ, ഞങ്ങൾ എന്തിനാണ് ആശങ്കപ്പെടുന്നത്? ഞങ്ങൾ ഒരു അന്വേഷണത്തെയും തടസ്സപ്പെടുത്തിയിട്ടില്ല. SIT അന്വേഷണം ശരിയായ നിലയിൽ പോകുന്നുണ്ട്. ആ ശരിയായ നിലയിൽ അങ്ങോട്ട് പോകുമ്പോഴാണ് പല പല ചിത്രങ്ങളും പുറത്തേക്ക് വരുന്നത്. അതിൽ വെപ്രാളം കൊണ്ടിട്ട് ഇന്ന് UDF കൺവീനർ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ പൊളിഞ്ഞു വീണിരിക്കുന്നു. 2025 ജൂലൈ മാസം 1-ാം തീയതിയാണ് രവതാ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന DGP ചുമതലയെടുക്കുന്നത്. ആ രവതാ ചന്ദ്രശേഖരൻ ഉൾപ്പെടുന്ന ഫോട്ടോയാണ് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസുകാർ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ ഞങ്ങൾ പറയുന്നത് 2025 മുന്നേ തന്നെ പ്രയാർ ഗോപാലകൃഷ്ണൻ അന്തരിച്ചിരുന്നു. ആ പ്രയാർ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെ നിൽക്കുന്ന ഫോട്ടോ, സോണിയാഗാന്ധിയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഇപ്പൊ പുറത്തു വന്നല്ലോ. അതിനെ കുറിച്ച് എന്താണ് ഞങ്ങളുടെ ചോദ്യം? അതാണ് സോണിയാഗാന്ധിക്ക് ചരട് കെട്ടി എന്നുള്ളതല്ല, സോണിയാഗാന്ധിക്ക് ചരട് കെട്ടാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരെത്തിച്ചു എന്നുള്ളതാണ്. അവിടെ കോൺഗ്രസ് നേതാക്കൾക്ക് MP-മാരടക്കമുള്ളവർക്ക് എന്ത് ബന്ധമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എന്നുള്ളതാണ് ശ്രീരാജ് പി നായർ. നിങ്ങൾ പറയാത്ത കുറെ കാര്യങ്ങളുണ്ട്. ആരാ ഗോവർദ്ധനൻ? ഈ ഗോവർദ്ധനൻ എങ്ങനെയാണ് സോണിയാഗാന്ധിയുടെ എടുക്കുന്നത്? ശരി, വരട്ടെ. ഗോവർദ്ധനന്റെ ബിസിനസ് മേഖല എന്താണ്? ഞാൻ ചോദിച്ചോളാം. ഗോവർദ്ധന്റെ നാട് എവിടെയാണ്? ഞാൻ ചോദിച്ചോളാം. അതൊക്കെ ചർച്ച ചെയ്യണം. ഗോവർദ്ധൻ എത്ര തുകയാണ് കോൺഗ്രസിന്റെ ഇലക്ഷൻ ഫണ്ടിലേക്ക് കൊടുത്തത്? ശരി, ഗോവർദ്ധന്റെ ഫണ്ട് വാങ്ങിയിട്ട് ഇവിടെ ഇലക്ഷൻ പ്രവർത്തനം നടത്തിയത് ആരാണ്? അതിന് തെളിവുണ്ടോ? തെളിവുള്ള ആരോപണമാണോ? ഒരുപാട് കാര്യങ്ങളുണ്ട്. തെളിവുള്ള ആരോപണമാണോ? എന്താ സംശയം? ശരി, ഗോവർദ്ധൻ ഞാൻ പറയട്ടെ, ഗോവർദ്ധൻ എങ്ങനെയാണ് സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് എത്തുന്നത്? ഗോവർദ്ധനെ പോലെയുള്ള ഒരു സ്വർണ്ണ വ്യാപാരിയും സോണിയാഗാന്ധിയുമുള്ള ബന്ധം എന്താണ്? ബെല്ലാരിയിൽ സോണിയാഗാന്ധി മത്സരിച്ച ഘട്ടത്തിൽ എന്തൊക്കെ സഹായങ്ങൾ ഗോവർദ്ധൻ നേടിയിട്ടുണ്ട്? ഇതൊക്കെ നമ്മൾ കാണണ്ടേ? ശരി, പ്രകാശം കൂടി പോയത് ഗോവർദ്ധനുമായി ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ എന്താണ്? അത് പറയണമല്ലോ. ഏതെങ്കിലും ഒരു പൊതുചടങ്ങിൽ നിർത്തി എടുത്തൊരു പ്രവേശം കിട്ടാത്ത ഇടമാണ്. കരുണാകരന് പ്രവേശം കിട്ടിയിട്ടില്ല, ഹിമന്ത വിശ്വാസ പ്രവേശം കിട്ടിയിട്ടില്ല, കരുണാകരന് കിട്ടാത്ത ഒരിടം. ശ്രീ രാജു പി നായർ, ഇപ്പോൾ സനോജ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയണം. സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് എങ്ങനെയാണ് പോറ്റി എത്തിയതിന് പിന്നിൽ MP-മാരാണ് എന്ന് മാത്രമല്ല, അന്നത്തെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായി പോറ്റിക്കുള്ള ബന്ധത്തെക്കുറിച്ച് കൂടിയാണ് CPM ആരോപണം ഉന്നയിക്കുന്നത്. സ്മൃതി, ഈ ആരോപണത്തിന്റെ അടിസ്ഥാനം എന്താ? ഒരു ഫോട്ടോ അല്ലേ? ശബരിമലയിൽ ഈ നടന്നിരിക്കുന്ന വലിയ കൊള്ള, അത് ചെറിയ സ്വർണത്തിന്റെ കൊള്ളയൊന്നുമല്ല, 100 കണക്കിന് കോടി രൂപയുടെ കൊള്ളയാണെന്നുള്ളതാണ് ഇപ്പം ഡി മണി ഉൾപ്പെടെ വരുമ്പോൾ പുറത്തേക്ക് വരുന്നത്. ആ കൊള്ളയുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഫോട്ടോയ്ക്ക് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു. ഈ CPM സൈബർ അണികൾക്ക്, അന്തംഗമ്മികൾ എന്നൊക്കെ വിളിക്കുന്നവർക്ക് ആരാണ് ഇത്തരത്തിലുള്ള വാദങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന്. കാരണം കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ പുച്ഛിച്ച് തള്ളുന്ന വാദങ്ങൾ ആരാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നുള്ളത് ഞങ്ങളൊക്കെ സംശയം. ഞങ്ങൾ പലപ്പോഴും പല മാധ്യമപ്രവർത്തകരൊക്കെയാണ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത്. പക്ഷെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഇത്തരത്തിൽ വൃത്തികെട്ട വാദങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ആൾ എന്ന് ഇപ്പോൾ മനസ്സിലായി. ഞാൻ കാര്യമായിട്ടൊന്നും പോകുന്നില്ല. സനോജിനോട് ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുകയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൈകാരികമായ വിശ്വാസപരമായ എല്ലാം മൂല്യമുള്ള ശബരിമലയിൽ നടത്തിയിട്ടുള്ള സമാനതകളില്ലാത്ത കൊള്ളയെ സംബന്ധിച്ചാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു വിവരം ഇത് സംബന്ധിച്ച് കിട്ടിയപ്പോൾ അദ്ദേഹം SITക്ക് ഒരു കത്ത് കൊടുത്തു. ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അന്വേഷണം നടക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഡി മണിയുടെ മൊഴിയെടുത്തത്. സനോജിന് ഞാൻ എൻ്റെ ഒരു 30 സെക്കൻഡോ 1 മിനിറ്റോ കൊടുക്കാൻ തയ്യാറാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ പറയുന്ന കോൺഗ്രസിൻ്റെ MP-മാർക്ക് ആർക്കെങ്കിലും ഇതിനകത്ത് പങ്കുണ്ട് എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടെങ്കിൽ, ആഭ്യന്തരമന്ത്രിയാണ്, മുഖ്യമന്ത്രിയാണ്, SITക്ക് നിങ്ങളൊരു കത്ത് കൊടുക്കുമോ മുഖ്യമന്ത്രി? ഒന്ന് സനോജ് നേരിട്ട് അതിന് മറുപടി അറിയോ? 30 സെക്കൻഡ് ഞാൻ തരാൻ തയ്യാറാണ്. വല്ലാത്ത വിഘടവാദങ്ങളിലേക്ക് പോകരുത്. കേരളത്തിലെ മുഖ്യമന്ത്രി വിവരങ്ങളുണ്ട്, ഒന്ന് കൊടുക്കാമോ?
ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ SIT അന്വേഷണം നടന്നു വരികയാണ്. ആ SITയിലെ മിടുക്കരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ കാര്യങ്ങൾ സംബന്ധിച്ച് സമഗ്രമായി അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. നിങ്ങളുടെ MP-മാർക്ക്, നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് ശരി, ഓക്കെ. എന്തായാലും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ അന്വേഷണം മനസ്സിലാവും. ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ SITയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ രമേശ് ചെന്നിത്തലയ്ക്ക് ഇത്തരത്തിലുള്ള വിവരം കിട്ടുന്നത്. ഈ നാട്ടിൽ സത്യം തെളിയണമെന്നും ശബരിമല അയ്യപ്പനെ കൊള്ളയടിച്ചവർ ആരാണ് എന്ന് പുറത്തു വരണമെന്നും അദ്ദേഹത്തിന് താല്പര്യമുള്ളതുകൊണ്ട്, സത്യത്തിന്റെ ഭാഗത്ത് അദ്ദേഹം നിൽക്കുന്നതുകൊണ്ട് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നിൽക്കുന്ന SITക്ക് ഇത് കണ്ടുപിടിക്കാനുള്ള വിവരം കൈമാറിയല്ലോ. അതിന്റെ ഭാഗമായിട്ടാണല്ലോ പുതിയ അന്വേഷണം വന്നിരിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസിന്റെ ഞാൻ പറഞ്ഞല്ലോ ഒറ്റ ചോദ്യം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിനോട് ഉത്തരം പറയൂ. അതല്ലേ പറയുന്നത്, പറഞ്ഞു തുടങ്ങി. ശ്രീ സനോജ് ഒന്ന് വെയിറ്റ് ചെയ്യൂ, അദ്ദേഹം പറഞ്ഞു പൂർത്തിയാക്കട്ടെ. എന്നിട്ടും പറഞ്ഞില്ലെങ്കിൽ അങ്ങ് ഇടപെട്ടോളൂ. ശ്രീ രാജു പി നായർ പറയൂ. സനോജ്, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മാധ്യമങ്ങളോട് KPCC ഓഫീസിന്റെ മുന്നിൽ കേരളത്തിന് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മാധ്യമങ്ങളോടും KPCC ഓഫീസിന്റെ മുന്നിൽ നിന്നും അയ്യോ ദേ ഇവര് കള്ളന്മാരാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹത്തിന് ഇതിനെ സംബന്ധിച്ച് വിവരവും കൃത്യമായ ബോധ്യവും ഉണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല ചെയ്ത പോലെ SITക്ക് ഒരു കത്ത് കൊടുക്ക്. അടൂർ പ്രകാശ്, പിന്നെ ആരാ, ആന്റണി ഒക്കെ ഉണ്ട്. അങ്ങനെയൊന്നും പറയണ്ട. കേരളത്തിന്റെ മുഖ്യമന്ത്രി കിട്ടുന്ന വിവരങ്ങൾ പല താല്പര്യം ഉണ്ടാവും. കിട്ടുന്ന വിവരങ്ങൾ അത് പത്രസമ്മേളനം നടത്തിയിട്ട് അങ്ങോട്ട് ഏൽപ്പിക്കണം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത കാര്യമാണല്ലോ. മുഖ്യമന്ത്രിയും രാഷ്ട്രീയ ആരോപണമാണ് ഉന്നയിച്ചത്. അദ്ദേഹം പൂർത്തിയാക്കട്ടെ പ്ലീസ്. അദ്ദേഹം പൂർത്തിയാക്കട്ടെ. രാഷ്ട്രീയ ആരോപണമല്ല, അല്ലെങ്കിൽ പിന്നെ തെളിവ് കൊടുക്കണം. തെളിവുണ്ടെങ്കിൽ തെളിവ് കൊടുക്കണം. ചോദിച്ചല്ലോ മുഖ്യമന്ത്രി കിട്ടുന്ന വിവരങ്ങൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രി കത്തെഴുതുന്നില്ല എന്ന്. അല്ല, എന്റെ സനോജിന്റെ അസ്വസ്ഥത കാണുമ്പോൾ പത്രക്കാരെ SITക്ക് നേരെ കൊടുക്കണമോ, നേരെ കൊടുക്കണമോ, ഇവിടെയുള്ള ഇന്റലിജൻസ് സംവിധാനം വഴി കൊടുക്കണമോ എന്നെല്ലാം തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഒരു ദിവസം എന്തെല്ലാം വിവരങ്ങൾ കിട്ടും, ആ വിവരമെല്ലാം ഇങ്ങനെ കത്തെഴുതിയിട്ട് ഓരോ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഞാനിതാ കൊടുത്തിരിക്കുന്നു, ഞാനിതാ സത്യസന്ധനാണ് എന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ? ചെന്നിത്തലക്കൊക്കെ അത് വേണ്ടി വരും. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അതിന്റെ ആവശ്യമില്ല. നോക്കൂ സനോജ്, SIT ഇപ്പോൾ നീങ്ങുന്നത് ഈ രമേശ് ചെന്നിത്തല പറഞ്ഞ വ്യവസായി നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. രമേശ് ചെന്നിത്തലയും മൊഴി കൊടുത്തു, മൊഴിയാണ് എടുക്കുന്നത്, SIT മൊഴിയാണ് എടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന വ്യവസായി മൊഴി കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ ഡി മണിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ ഡി മണി എപ്പോ പ്രവർത്തിച്ചു എന്നതിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ആരാണ് കുടുങ്ങുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഞാൻ വരാം. ഡി മണി, ഡയമണ്ട് മണിയുടെ ബന്ധങ്ങൾ എവിടേക്കൊക്കെ? ഡി മണിയും XYയും എല്ലാ മണിയും പിടിക്കപ്പെടും. ശരി, പിടിക്കപ്പെടട്ടെ. അല്ല, ഇതിങ്ങനെ പറഞ്ഞ പോലെ ശ്രീ രാജു പി നായർ പൂർത്തിയാക്കിക്കോട്ടെ. കൊണ്ടുപോയിട്ടുള്ള അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള ആളുകൾ മറുപടി പറയേണ്ടി വരും. ശരി, രാജു പി നായർ. കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ല സനോജ്, ചോദ്യം മുഖ്യമന്ത്രി സനോജ മിണ്ടാതിരിക്കുക. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ശബരിമലയുടെ കൊള്ളയിൽ ഒരു വിവരം കിട്ടിയാൽ കൈമാറണ്ട. സനോജ് ഈ ചർച്ചയിൽ വന്നിരുന്നു പറയുന്നത് സനോജിന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ, സനോജിന് കിട്ടിയിരിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണോ? SITക്ക് ഒരു കത്ത് കൊടുക്കാൻ സനോജ് തയ്യാറാണോ? SITക്ക് ഒരു കത്ത് കൊടുക്കാൻ സനോജ് തയ്യാറാണോ? രമേശ് ചെന്നിത്തല ഒരു MLA മാത്രമാണല്ലോ, അദ്ദേഹം ആഭ്യന്തരമന്ത്രി അല്ലല്ലോ. അദ്ദേഹത്തിന് ലഭിച്ച ഒരു വിവരം
അദ്ദേഹത്തിന് ലഭിച്ചൊരു വിവരം അല്ല പറയട്ടെ, അല്ല ശ്രുതി, ഇത് ശരിയായിട്ടുള്ള നിലപാടല്ല. സനോജ് ഒന്ന് പൂർത്തിയാക്കട്ടെ. സരോജിന്റെ പതിവ് രീതിയല്ലല്ലോ ഇത്. സരോജിന്റെ പതിവ് രീതിയല്ലല്ലോ ഇത്. അങ്ങ് ക്ഷമയോടെ കേൾക്കുന്ന ഒരാളാണല്ലോ. ഒന്ന് പൂർത്തിയാക്കട്ടെ. സനോജ് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കപ്പെട്ടു, അതിന്റെ പ്രശ്നം. ശരി രാജു പിതാർ അങ്ങ് പൂർത്തിയാക്കൂ. ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കപ്പെട്ടു അങ്ങ് പൂർത്തിയാക്കൂ. എനിക്ക് ശ്രീ രാജഗോപാലേക്ക് പോകണം. സനോജിന് ഇപ്പൊ തുറന്നു കാണിക്കപ്പെട്ടത് നിങ്ങളുടെ അടൂർ പ്രകാശ്. സനോജിന് ഈ ചർച്ചയിൽ വന്നിരുന്നുകൊണ്ട് അടൂർ പ്രകാശും ആന്റണിയും ഉൾപ്പെടെ സോണിയാഗാന്ധിയെ കണ്ടതിലുമെല്ലാം ഇത്തരത്തിലുള്ള ഡീലുകൾ നടന്നിട്ടുണ്ട്. സനോജിന് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്തെങ്കിലും വിവരം കയ്യിലുണ്ടെങ്കിൽ സനോജിന് റബ്ബറിന്റെ നട്ടൽ അല്ലെങ്കിൽ SITക്ക് ഒരു കത്ത് കൊടുക്ക്. രമേശ് ചെന്നിത്തലയുടെ നട്ടലിന്റെ ബലം കണ്ടില്ലേ, കൊണ്ടേ SITക്ക് ഒരു കത്ത് കൊടുക്ക്. ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പോ നിങ്ങൾ പിടിക്കപ്പെട്ട് നിങ്ങളുടെ 2 നേതാക്കന്മാർ ജയിലിൽ കിടക്കുമ്പോൾ പുറത്തിലേക്ക് PS പ്രശാന്ത് ഉൾപ്പെടെ മറ്റ് ദേവസ്വം ബോർഡ് അംഗങ്ങളുള്ളവർ നിരനിരയായി ജയിലിനകത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ നിങ്ങൾ പിടിവള്ളിയാക്കുന്നത് ഒരു ഫോട്ടോയാണ്. അങ്ങനെ ഫോട്ടോ പിടിവള്ളിയാക്കുകയാണെങ്കിൽ സ്വപ്ന സുരേഷും പിണറായി വിജയനും തമ്മിലുള്ള ഫോട്ടോയൊക്കെ ഉണ്ട് സനോജെ. അത് വെറുതെ എടുത്ത ഫോട്ടോ അല്ലല്ലോ. ഷെയ്ഖിനെയും കൊണ്ട് നേരെ അവിടെ പോയിട്ട് അകത്തിരുന്ന് ക്ലിഫ് ഹൗസിനകത്തിരുന്ന് ചായ കുടിക്കുന്ന ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ. ഞാൻ ഒരിക്കലും സ്വപ്ന സുരേഷിനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനത്തെ ഫോട്ടോ വെച്ചല്ല ഇത്രയും വലിയ വൈകാരികമായ പ്രശ്നങ്ങളുള്ള കേസിൽ സംസാരിക്കേണ്ടത്. സോണിയാഗാന്ധി അടുത്ത് ചെന്നിട്ടുണ്ടാവും. ഞാൻ ചോദിക്കട്ടെ സ്മൃതി, ശബരിമലയിലെ ഒരു ശാന്തി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെല്ലാവരും അവരുടെയൊക്കെ സ്വഭാവവും മറ്റും എല്ലാം വ്യക്തിപരമായിട്ട് കാര്യങ്ങളും മാറ്റിവെക്കൂ. ശബരിമലയിലെ ഒരു കീഴ്ശാന്തിയായിട്ട് ഒരു ശാന്തി, ശബരിമലയിൽ അയ്യപ്പന് സേവ ചെയ്യുന്ന ഒരാള് ദൈവതുല്യനായിട്ട് കാണപ്പെടുന്ന ഒരാളാണ്. അയാൾ ഒരു പക്ഷേ പുറത്തു വന്ന് തട്ടിപ്പുകാർ പല രീതിയിൽ ആൾക്കാരെ അപ്രോച്ച് ചെയ്യും. അങ്ങനെ പല രീതിയിൽ അപ്രോച്ച് ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന് ഏതെങ്കിലും ബന്ധപ്പെട്ട് ആരെങ്കിലും കാണുന്നപ്പോൾ ഇവരെല്ലാം കൊണ്ടുപോയിട്ടുണ്ടാവും. എന്താ സംശയം? ശബരിമല അയ്യപ്പന്റെ അടുത്ത് മേൽശാന്തിയായിട്ടിരുന്ന ആൾക്കാരൊക്കെ ഇന്നും സമൂഹം മുഴുവൻ ദൈവങ്ങളെ പോലെയല്ലേ കാണുന്നത്. അവിടെ ചെന്നപ്പോ പൂജിച്ച ചരട് എന്ന് പറഞ്ഞ് കെട്ടിക്കൊടുത്തിട്ടുണ്ടാവാം. അതാണോ ഈ കേസിന് ആധാരം? അപ്പൊ ഈ കേസിന്റെ ആധാരം എന്താ? ഞാൻ ആദ്യം മുതൽ പറയുന്നൊരു സംഭവമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ദിവസം ശബരിമല അയ്യപ്പൻ ഹരിവരാസൻ ചൊല്ലി കിടന്നുറങ്ങുമ്പോ കട്ടാമ്പാറയായിട്ട് പോയി പൊളിച്ചെടുത്തതല്ല ഈ സ്വർണ്ണശില്പ, ഇത് പാളിയും ഈ ദ്വാരപാലക ശില്പവും എൽപ്പാം. അത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് 39 ദിവസം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന് എത്തുന്നതിന് മുമ്പ് വഴിയിൽ വെച്ച് ശബരിമല അയ്യപ്പന്റെ ദ്വാരപാലക ശില്പമുണ്ട്, ആരെങ്കിലും വേണേ മേടിച്ചോ എന്ന് പറഞ്ഞ് വിറ്റതുമല്ല. മറിച്ച് അതിനെല്ലാം മുമ്പ് വളരെ വ്യക്തമായിട്ട് ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള സംഘങ്ങളുമായി ഇത് മേടിക്കാൻ കോടതി പറഞ്ഞ വിൽഫുൾ ബയർമാരായി ചർച്ച നടത്തി ഡീൽ ഉറപ്പിച്ചതിനു ശേഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കൊണ്ട് നയപരമായ ഉത്തരവ് ക്രമക്കേടിലൂടെ മാറ്റി എഴുതിക്കൊണ്ട് നടത്തിയ കൊള്ളയാണ് ഇത്. അത് 3 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, ഞങ്ങൾ പറയുന്നതല്ലോ, കേരളത്തിന്റെ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചാണല്ലോ പറയുന്നത്. 2019 നടത്തിയ ക്രമക്കേട് മറച്ചു വെക്കുന്നതിന് വേണ്ടി 2025 വീണ്ടും ഇത് ചെയ്തു എന്ന് പറഞ്ഞത്. അപ്പൊ 3 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും 2 ദേവസ്വം മന്ത്രിമാരും ഉൾപ്പെട്ട ഈ കൊള്ള നടക്കണമെങ്കിൽ 500 കണക്കിന് കോടി രൂപയുടെ അന്താരാഷ്ട്ര സ്വർണ്ണ വിഗ്രഹ സുഭാഷ് കപൂറിന്റെ സ്റ്റൈലിൽ ഈ കൊള്ള നടത്തണമെങ്കിൽ പത്മകുമാർ 10 ജന്മം ജീവിച്ച പറ്റില്ല. പത്മകുമാർ അതിന് കഴിവുള്ള ഒരാൾ ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെയാണ്. അതുകൊണ്ടാണ് സോണിയാഗാന്ധിയുടെ മേലിൽ ചാരി ഒന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഫേസ്ബുക്കിൽ എഴുതുന്ന ഈ കൂലിപ്പട്ടാളത്തിന്റെ വിലയെങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുണ്ടോ? പക്ഷേ ഈ ഗോവർദ്ധന്റെ കോൺഗ്രസ് ബന്ധം ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നില്ലേ ശ്രീ രാജു പി നായർ? ഗോവർദ്ധൻ കോൺഗ്രസിന് പണം നൽകിയിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് നൽകിയിട്ടുണ്ട്. ഗോവർദ്ധൻ സ്ഥിരമായി കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം ഗോവർദ്ധന്റെ ചിത്രം കണ്ടത്, ഇതൊക്കെ ഇതിലേക്ക് ഒരു മറുപടി വേണ്ടേ? അല്ല, അതായിക്കോട്ടെ. ഞാൻ പറയുന്നത് കോൺഗ്രസിന്റെ എന്നല്ല, ആരുടെയും ഒപ്പം ഇത്തരത്തിലുള്ള തട്ടിപ്പുകാർ സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ശരിയാണ്, ഉണ്ടാവും. ഞാനൊരു ഒറ്റ കാര്യം ചോദിക്കട്ടെ സ്മൃതി, ഏകദേശം 8-9 ഉത്തരവുകളിലൂടെ കേരളത്തിന്റെ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഈ കേസിൽ വളരെ കൃത്യമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആയിട്ട് മാറുന്നുണ്ട് ഇല്ലേ? എവിടെയെങ്കിലും ഒരിടത്ത് ഒരാളെങ്കിലും, ഒരു ദേവസ്വം മെമ്പറെങ്കിലും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു നേതാവിനെ എവിടെയെങ്കിലും സംശയത്തിന്റെ നിഴലിൽ കോടതി നിർത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കേസിൽ നിർത്തിയിട്ടുണ്ടോ? പകരം ഈ ദേവസ്വം മെമ്പർമാരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചത് കോടതിയല്ലേ? ഈ ദേവസ്വത്തിന്റെ മിനിറ്റ്സ് മുഴുവൻ തിരുത്തപ്പെട്ടു എന്ന് പറഞ്ഞത് കോടതിയല്ലേ? ശരി. അപ്പോ കോടതിക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഈ സനോജിന്റെ കയ്യിൽ അത് സംബന്ധിച്ച് SIT വിവരമുണ്ടെങ്കിൽ കൊണ്ടുപോയി എഴുതി SIT കൊടുക്കണം. ശരി. എന്നിട്ട് അന്വേഷിച്ചിട്ട് ആരാണെങ്കിലും ശബരിമല അയ്യപ്പന്റെ സ്വത്ത് കട്ടടിച്ച ആരുണ്ടെങ്കിലും കൊണ്ടുപോയി അറസ്റ്റ് ചെയ്യട്ടെ.
അല്ലാതെ ഫോട്ടോ വെച്ച് ശബരിമല അയ്യപ്പന്റെ കൊള്ളയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള വിദണ്ഡവാദങ്ങൾ ഉണ്ടാക്കുന്നത് ഈ ജനങ്ങൾ ഇതിനെ സംബന്ധിച്ച് എത്രമാത്രം ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് എന്ന് CPM ഈ തോൽവിയുടെ പടുകുഴിയിലെത്തിയിട്ടും മനസ്സിലാക്കിയിട്ടാണ്. അവർ മനസ്സിലാക്കരുത്, ശരി, അവർ മനസ്സിലാക്കരുത്. ശരി, അവർ ഇത്തരത്തിൽ പൊതുജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അവർ ഇത്തരത്തിൽ തന്നെ പെരുമാറിക്കൊണ്ടിരിക്കണം. ശരി, ശരി. ഞാൻ ടി കെ രാജഗോപാലേക്ക് വന്നു. ശ്രീ ടി കെ രാജഗോപാൽ, സുരേന്ദ്രൻ അകത്തേക്ക് പോകുമ്പോഴും ഇങ്ങനെ പറയണം. ശരി, ശ്രീ ടി കെ രാജഗോപാൽ, ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ SIT ഇപ്പോൾ അന്വേഷണം ഇന്നിപ്പോൾ ഡി മണിയെ ചോദ്യം ചെയ്തു. തൊട്ടു പിന്നാലെ ഡി മണി പറഞ്ഞത് ഒക്കെ സ്ഥിരീകരിക്കാനായി വീണ്ടും പോറ്റിയെയും ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ ഇപ്പോൾ അടുത്ത 14-ാം തീയതി ആകുമ്പോഴേക്കും റിപ്പോർട്ട് കൊടുക്കേണ്ടതാണ്. വളരെ വേഗത്തിൽ SIT നീങ്ങുകയാണ്. അപ്പോൾ ഈ അന്വേഷണം രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ രാഷ്ട്രീയ ബന്ധമുള്ളവരിൽ നിന്നും മാറി വേറൊരു തലത്തിലേക്ക് മാറുകയാണോ, അതോ ഈ രാഷ്ട്രീയ ബന്ധങ്ങളിൽ തന്നെ കൂടുതൽ പേരുകൾ ഉയർന്നു വരാനുള്ള സാധ്യതയാണോ അങ്ങ് കാണുന്നത് ശ്രീ രാജഗോപാൽ? സ്മൃതി ആദ്യം പറഞ്ഞ ഭാഗത്ത് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. നമ്മൾ കക്ഷി രാഷ്ട്രീയം വെച്ചിട്ട് ഈ ശബരിമലയിലെ ഈ വലിയ സ്വർണ്ണക്കൊള്ളയെ ചർച്ച ചെയ്യരുതെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് അവർക്ക് അവരുടെ ഭാഗങ്ങൾ പറയാം, രണ്ടു കൂട്ടർക്കും പറഞ്ഞ് ന്യായീകരിച്ച് നിൽക്കാം, അതിനകത്തിലൊന്നും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ശരിയാണ്. പക്ഷെ ഇവിടെ നടന്നിരിക്കുന്ന കൊള്ളയുടെ വ്യാപ്തി നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിന്റെ തലം മാറിയത്, നിങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസം എങ്ങനെയായിരുന്നു റിപ്പോർട്ടർ TVയുടെ മിനിങ്ങാന്നത്തെ ചർച്ചയിലെ ഹെഡിങ് എങ്ങനെയാണ്, ഇതിനകത്തൊരു ട്വിസ്റ്റ് ഉണ്ടാകുന്നുകൊണ്ടാണ് എന്ന് ചോദിച്ചത്. ആ വലിയ ട്വിസ്റ്റ് ഉണ്ടായിരിക്കുകയാണ് അല്ലേ? ഡി മണി എന്ന കഥാപാത്രം വന്നപ്പോഴത്തേക്ക് വലിയ ട്വിസ്റ്റ് ഉണ്ടായിരിക്കുകയാണ്. ഇനി ഇതിന്റെ സൂപ്പർ ട്വിസ്റ്റോടെ ഉണ്ടാകാം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇത്തരം ചർച്ചകൾ നമ്മൾ പറഞ്ഞില്ലേ, ചിത്രങ്ങൾ, ഇപ്പൊ ഈ പറഞ്ഞ ചിത്രങ്ങൾ വെച്ചിട്ടാണ് ഇതെന്തോ തൃശ്ശൂർ പൂരം പോലെ ഒരു കുട മാറ്റുമ്പോൾ അടുത്ത കുട എടുത്ത് കാണിക്കുക, അങ്ങനെയൊക്കെയാണോ? അത്തരത്തിലല്ലല്ലോ ഈ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഉണ്ടായിരിക്കാം പോറ്റി ആ സമയത്ത് പിന്നെ സോണിയാഗാന്ധി അതീവ സുരക്ഷയുള്ള അല്ലെ കരിമ്പൂച്ചകൾ കാവൽ നിൽക്കുന്ന സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് കോൺഗ്രസ് പ്രതിനിധികൾ കൊണ്ടുപോയിരിക്കാം. അപ്പോൾ പോറ്റി പറഞ്ഞതുപോലെ അടൂർ പ്രകാശ് പറയുന്ന പോലെ പെരുങ്കള്ളനാണെന്ന് ഞാൻ അറിഞ്ഞില്ല, ശരിയാണ്, അത് ശരിയായിരിക്കാം. അതേപോലെ തന്നെ ആ കൂട്ടത്തിലെ ശബരിമല പ്രദേശം നിൽക്കുന്ന അവിടുത്തെ MP ആയിരിക്കാം ആന്റണി. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ പറയാം, അദ്ദേഹത്തിന് അതിന് പറയുന്നതിന് കുഴപ്പങ്ങളില്ല. അതേപോലെ തന്നെയാണ് മുമ്പ് സനോജ് ചൂണ്ടിക്കാണിച്ചതുപോലെ മുഖ്യമന്ത്രി അറിഞ്ഞു കാണത്തില്ല, പോറ്റി ഇത്തരത്തിലുള്ള കള്ളനാണെന്നും അറിഞ്ഞു കാണത്തില്ല, അതായിരിക്കാം. അപ്പൊ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് വെച്ചിട്ട് നമുക്കിത് ചെയ്യാവുന്ന ഒരു കാര്യമല്ല. ഇതിന്റെ തലം തന്നെ മാറി, അന്വേഷണത്തിന്റെ തലം തന്നെ മാറിയിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഡി മണിയെ കുറിച്ച് ഞാൻ അന്വേഷിച്ച്, നിങ്ങൾ കഴിഞ്ഞ ഇത് വാർത്ത ബ്രേക്ക് ചെയ്തപ്പോൾ ഞാനും ഇങ്ങനെ അന്വേഷിച്ച് നോക്കി നമ്മുടെ അറിയാവുന്ന സോഴ്സുകളിലും മറ്റു തരത്തിലൊക്കെ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇങ്ങനെ ഒരു കഥാപാത്രം രംഗത്ത് കാണുന്നില്ല. നമ്മുടെ ഒരു സെർച്ച് ചെയ്തിടത്തും ഇങ്ങനൊരു കഥാപാത്രത്തെ കിട്ടുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നത് ഇയാൾക്ക് അങ്ങനെ മുൻ തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്തതായിരിക്കാം, അല്ലെങ്കിൽ പോലീസിന്റെ പിടിയിൽപ്പെടാത്തതായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പോയസ് ഗാർഡനുമായിട്ട് ബന്ധപ്പെട്ട്, ജയലളിത താമസിക്കുന്ന പോയസ് ഗാർഡനുമായിട്ട് ബന്ധപ്പെട്ടും പിന്നെ അണ്ണാ ഡി എം കെ പാർട്ടിയാണല്ലോ ഇപ്പൊ വന്നിരിക്കുന്നത്, അവരുടെ പേരിലാണല്ലോ പിന്നെ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിരിക്കുന്നത്. അങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ ഏതോ ഒരു പിന്നെ സ്ത്രീയുടെ പേരാണ് കാണുന്നത്. ശബരിമലയല്ല, വിഗ്രഹ കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്ത്രീയുടെ പേര് കാണുന്നുണ്ട് അതിനകത്ത്. അതെന്തോ ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെയും കൂടുതൽ വിശദാംശങ്ങൾ വന്നെങ്കിലേ നമുക്കറിയാനൊക്കത്തുള്ളൂ എങ്ങനെയൊക്കെയാണ് ഈ രാഷ്ട്രീയ ബന്ധങ്ങളൊക്കെ വന്നു പോകുന്നതെന്നുള്ളത്. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാണിച്ചൊരു കാര്യം വളരെ വ്യക്തമായൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഈ പാണ്ഡ്യ ചോള രാജാക്കന്മാരുടെ കാലത്താണ് ഈ തമിഴ്നാട് കേന്ദ്രീകരിച്ച്, എനിക്ക് തോന്നുന്നത് തമിഴ്നാട്ടിൽ മാത്രമേ ഉള്ളെന്ന് തോന്നി, വിഗ്രഹ കൊള്ളകൾ അന്വേഷിക്കുന്നതിനായിട്ടൊരു പ്രത്യേക പോലീസ് സംഘമുള്ളത് തമിഴ്നാട്ടിൽ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. ഒരുപാട് കേസുകളാണ് അവർ പിടിച്ചിരിക്കുന്നത്, നൂറുകണക്കിന് കേസുകൾ, അത്തരം ചെറുതും വലുതുമായിട്ടുള്ള നൂറുകണക്കിന് കേസുകൾ അവർ പിടിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ സുഭാഷ് കപൂർ, കോടതി സൂചിപ്പിച്ച സുഭാഷ് ചന്ദ്ര കപൂർ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്, ട്രിച്ചി ജയിലിൽ കിടപ്പുണ്ട്. കപൂർ മാത്രമേ ജയിലിലായിട്ടുള്ളൂ, പക്ഷെ അയാളുടെ കൂട്ടാളികൾ തീർച്ചയായിട്ടും ഉണ്ടാകാം. അതാണല്ലോ, വലിയ ദൂരമില്ലല്ലോ, ട്രിച്ചിയിൽ നിന്ന് വലിയ ദൂരമല്ല ദിണ്ടിഗലിലേക്ക്, അല്ലേ? ഡി മണി ദിണ്ടിഗൽ കേന്ദ്രീകരിച്ചിട്ടാണ് പ്രവർത്തിച്ചെന്നാണ് പറയുന്നത്. ഒരു പക്ഷേ അദ്ദേഹത്തിന് ഈ മണിയുടെ പശ്ചാത്തലം അറിയട്ടെ. ഇന്നലെ SIT മൊഴിയെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ന് ഇയാളെ തിരുവനന്തപുരത്ത് വന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. SITയുടെ പറഞ്ഞില്ല, അവരുടെ ഭാഗം വളരെ കഷ്ടമായിരുന്നു. അവരൊരുപാട് പിന്നെ ആരോപണങ്ങളും ആളുകളുടെ പിന്നെ അത്തരത്തിലുള്ള രാഷ്ട്രീയത്തിലാണെങ്കിലും മറ്റു തരത്തിലുള്ള ഒരുപാട് ആരോപണങ്ങൾ അവർ നേരിടേണ്ടി വരുന്നുണ്ട്. പക്ഷെ നമുക്കൊക്കെ അറിയാവുന്ന വളരെ ലിമിറ്റഡ് നമ്പേഴ്സ് ഉപയോഗിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തുന്നവർ എന്ന രൂപത്തിലാണല്ലോ പുറത്തേക്ക് വരുന്നത് ശ്രീ രാജഗോപാൽ. ഇപ്പോൾ അങ്ങനെയൊന്നും ശബരിമലയിൽ നിന്ന് പുറത്തു പോയിട്ടില്ല എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. അതേസമയം ഇന്ന് രമേശ് ചെന്നിത്തല ഊന്നി പറഞ്ഞ ഒരു കാര്യം, വാസുവിന്റെ കാലത്താണ് ഇവിടേക്ക് ഭക്തർ സമർപ്പിക്കുന്ന വിഗ്രഹങ്ങൾ അത് ലേലത്തിൽ വിൽക്കേണ്ടി വരും, അത് വയ്ക്കാൻ സ്ഥലമില്ല എന്ന രൂപത്തിൽ
അതിൽ ശാഠ്യം പിടിച്ചത്, അത് സഭയിലടക്കം താൻ ഉന്നയിച്ചു, അതിനെതിരെ സഭയിലടക്കം ആ കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നുള്ള കാര്യമാണെന്ന് ചെന്നിത്തല പറഞ്ഞത്. അതിനെ ഇതുമായി ചേർത്ത് വായിക്കാൻ എത്രത്തോളം പറ്റും ശ്രീ രാജഗോപാൽ? അതും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പിന്നെ അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളുടെ കാര്യം, വിഗ്രഹങ്ങൾ അതുപോലെ വലിയ മൂല്യമുള്ള വസ്തുക്കളാണ് ഇവിടെ എല്ലാം ഉള്ളത്. ശരിയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് ശരിയാണ്. നിയമസഭയിൽ വന്നതാണത്. എൻ വാസുവാണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരിക്കുന്ന സമയത്ത് നിയമസഭയിൽ അത് രമേശ് ഉന്നയിച്ചതാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് സംശയം തോന്നിക്കാണാം. അദ്ദേഹത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്നല്ലോ, അദ്ദേഹം കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്നു. ഇന്റലിജൻസിലും ഒക്കെ അദ്ദേഹത്തിന് നല്ല പിന്നെ പിടിപാടുകളും സോഴ്സുകളും ഉണ്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ട് ശബരിമലയിലെ ഈ പറയുന്ന മൂല്യമായ കുറച്ച് വസ്തുക്കൾ അതൊക്കെ പിന്നെ ആറന്മുളയിലാണെങ്കിലും അതുപോലെ മറ്റ് സ്ഥലങ്ങളിലും മഹാക്ഷേത്രങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിരിക്കുന്ന ഒരുപാട് വിഗ്രഹങ്ങളും മറ്റുകൂടെ സൂക്ഷിച്ചിട്ടുണ്ട്. അത് ശരിയാണത്. പക്ഷെ ഏത് അടിസ്ഥാനത്തിലാണ്? എന്തുകൊണ്ട് സ്ഥലമില്ലാഴിക എന്ന് പറയുന്നത് രമേശ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. സ്ഥലമില്ലാഴിയില്ല. ഇപ്പൊ ദേവസ്വം ബോർഡിന് ഈ വസ്തുക്കളൊക്കെ സൂക്ഷിക്കുന്നതിന് സ്ഥലക്കുറവ് എന്താണ് പ്രശ്നം വരുന്നത്? ഇതൊക്കെ നമുക്ക് തിരിച്ചു കിട്ടുന്ന വസ്തുക്കളാണോ? മാറുന്നത് പോലത്തെ കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇതിന്. ഒരുപാട് ഭക്തർ കൊടുത്തിട്ടുണ്ട്. എന്തെല്ലാം തരത്തിലുള്ള സംഭാവനകളാണ് കൊടുത്തിരിക്കുന്നത്. അത് സ്വർണമായിട്ടും പാത്രമായിട്ടും. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഗുരുവായൂരിലൊക്കെ നമ്മൾ കണ്ടില്ലേ, എത്ര പിന്നെ 100-200 പവനൊക്കെ തൂക്കമുള്ള വസ്തുക്കളാണ് കിട്ടിയിരിക്കുന്നത്. അതേപോലത്തെ വസ്തുക്കൾ ശബരിമലയിലും കിട്ടിയിട്ടുണ്ട്. ഇതിന്റെയൊക്കെ മൂല്യമൊന്നും നമുക്ക് നിശ്ചയിക്കാനൊക്കത്തില്ല. ഒരു ക്ഷേത്രത്തിലെ, പ്രത്യേകിച്ച് ശബരിമല പോലെയുള്ള ക്ഷേത്രത്തില് അവിടെ 100 രൂപയുടെ വിലയുള്ളൊരു വസ്തുവാണെങ്കിലും അവിടെ ക്ഷേത്രത്തിൽ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ, ക്ഷേത്രത്തിന്റെ രജിസ്റ്റർ വന്നു കഴിഞ്ഞാൽ, ക്ഷേത്ര സ്വത്തുക്കളായി കഴിഞ്ഞാൽ അതിന്റെ മൂല്യം അങ്ങ് മാറുകയാണ്. അതുകൊണ്ടാണല്ലോ ഈ സ്വർണ്ണക്കൊള്ള നടത്തിയ ആളുകൾക്കെല്ലാം അറിയാം. ഇയാൾ പറയുന്നത് പോലെ രമേശ് പറഞ്ഞ രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കേസ് ഏതാണ്ട് ഒരു പ്രത്യേക തലത്തിലേക്ക് നീങ്ങുകയായിരുന്നു. അവിടെ എവിടെയോ തട്ടിമുട്ടി നിൽക്കുന്ന പോലെ ഒരു തോന്നലുണ്ടായിരുന്നു. അതായത് പത്മകുമാറിന്റെ മൊഴിക്ക് ശേഷം പിന്നെ കോടതിയിൽ തന്നെ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. പത്മകുമാറിന്റെ മൊഴി ഞങ്ങൾ തൽക്കാലം കമന്റ് ഒന്നും നടത്തുന്നില്ല, കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഗൗരവമായ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെയുള്ള മട്ടിലാണ് കോടതി അത് പരാമർശിച്ചു പോയത്. എന്താണ് പത്മകുമാർ പറഞ്ഞെന്നുള്ളത് നമുക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ. അതേപോലെ തന്നെ 2 മെമ്പർമാരെ, അദ്ദേഹത്തിന്റെ കൂടെയുള്ള 2 മെമ്പർമാരെയും ചോദ്യം ചെയ്യേണ്ടതായിരുന്നു. ദേവസ്വം കമ്മീഷണർ ജയശ്രീയും ചോദ്യത്തിന്റെ മുന്നിലേക്ക് വന്നിട്ടില്ല ഇതുവരെ. അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് ഒരു ഇളവ് കൊടുത്തതെന്നാണ് മനസ്സിലാക്കാനാവുന്നത്. ബാക്കി 2 പേരെ നാളെ ചോദ്യം ചെയ്യാൻ പോകുന്നു. അതെ, മുൻകൂർ ജാമ്യം ഉണ്ടല്ലോ. എന്തായാലും ജയശ്രീക്ക് സുപ്രീം കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അവിടെ മൊഴി എടുക്കേണ്ടതാണ്. ഏറ്റവും വലിയ പോസ്റ്റിലിരുന്ന ആളാണ് അല്ലേ? അവരുടെ ഉദ്യോഗ സ്ഥലത്തിലെ ഏറ്റവും വലിയ പോസ്റ്റിലിരുന്ന ആളാണ്. അവരുടെ മൊഴി എടുക്കേണ്ടതാണ്. ആ മൊഴിയൂടെ ഒക്കെ വരട്ടെ. ആ മൊഴിയോടെ വന്നു കഴിഞ്ഞ് ഇന്ന് SITയുടെ ഇപ്പോൾ ഒരു ക്ലാരിറ്റി വരുത്തും. ഇന്നിപ്പോൾ തിരുവനന്തപുരത്തെ പോറ്റിയുടെ മൊഴിയെടുപ്പിലും പിന്നെ സുധീഷ് കുമാറിന്റെ മൊഴിയെടുപ്പും കൂടെ കഴിയുമ്പോഴത്തേക്ക് SIT ഇക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ തൽക്കാലം നമുക്ക് എന്ന് പറഞ്ഞില്ലേ, രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ തുടരാം, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ വളരെ ഗൗരവമുള്ള അന്തർദേശീയ തലമുള്ള ഒരു കേസാണിത്. അതിന്റെ തലത്തിൽ കാണണമെന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ ഉള്ളൊരു അഭിപ്രായം. വി കെ സനോജ്, ഇപ്പോൾ കോൺഗ്രസ് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണമെന്നതുപോലെ മുഖ്യമന്ത്രി പത്മകുമാറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് പരിമിതിയുണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഞാനത് പറയാം. ഇന്നലെ മുഖ്യമന്ത്രി വളരെ വിശദമായി മാധ്യമങ്ങളോട് വിവിധ വിഷയങ്ങൾ സംബന്ധിച്ചാണ് സംസാരിച്ചത്. അത് മുഖ്യമന്ത്രി എന്ന നിലയിൽ കേരളത്തെ സംബന്ധിക്കുന്ന വിവിധ കാര്യങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവച്ചതാണ്. അപ്പം അതിനിടയിൽ പാർട്ടി എടുക്കേണ്ട ഒരു സംഘടനാ നടപടിയെക്കുറിച്ചാണ് അദ്ദേഹത്തോട് ചോദിച്ചത്. അപ്പം അദ്ദേഹം പറഞ്ഞത് അത് പാർട്ടി സെക്രട്ടറി പറയേണ്ടതാണ് എന്ന അർത്ഥത്തിലാണ്. ഞാൻ അതിനകത്ത് ഇപ്പോൾ അഭിപ്രായങ്ങൾ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. അതല്ലാതെ മുഖ്യമന്ത്രി ഏതെങ്കിലും ചോദ്യത്തിന് ഒഴിഞ്ഞു മാറി എന്ന് നിലയിൽ അത് വ്യാഖ്യാനിക്കേണ്ട കാര്യമേ ഇല്ല. അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. നിങ്ങൾ ചോദിച്ച ഈ ചോദ്യത്തിന് വളരെ കൃത്യമായിട്ടും പാർട്ടി സെക്രട്ടറി ഉത്തരം പറഞ്ഞിട്ടുമുണ്ട്. അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇവിടെ മറ്റു ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. ഇപ്പം നട്ടലിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. ഇപ്പം ഞാൻ ഈ നമ്മുടെ കോൺഗ്രസ് നേതാവിനോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് നട്ടലിന് പകരം വാഴപ്പിണ്ടിയെങ്കിലും ഉണ്ടെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്നലെ ഉയർത്തിയ ചോദ്യത്തിന് ഉത്തരം പറയണം. ആൻ്റണി, അടൂർ പ്രകാശ്, സോണിയാഗാന്ധി, ഈ ഗോവർദ്ധനൻ, ഈ പോറ്റി, ഇവരെല്ലാം കൂടി സോണിയാഗാന്ധിയുടെ ഭവനത്തിൽ എന്തിനാണ് പോയത് എന്നത് നിങ്ങൾ എന്തുകൊണ്ട് വിശദീകരിക്കുന്നില്ല? എന്തേ അതിനൊരു വിശദീകരണം നിങ്ങൾക്ക് തരാൻ കഴിയാത്തത്? അതിന് പകരം നിങ്ങൾ പറയുന്നത് മുഖ്യമന്ത്രിയെ കൂടെയുള്ള ഒരു ഫോട്ടോ ഉയർത്തി കാണിക്കുകയാണ്. എന്നിട്ട് നാണമില്ലാതെ നിങ്ങളുടെ KPCCയുടെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട നേതാവ് സുബ്രഹ്മണ്യൻ അല്ലേ, ആ സുബ്രഹ്മണ്യൻ ഇന്നിപ്പോൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്താണ്? ഒരു AI ഉപയോഗിച്ച് ചിത്രമുണ്ടാക്കിയിട്ട്
മുഖ്യമന്ത്രി പോറ്റിയുടെ ചെവിയിൽ എന്തോ പറയുന്ന ചിത്രമാണ്. ഈ കോൺഗ്രസിൻ്റെ ഒരു ഗതികേട് ആലോചിച്ച് നോക്കിയേ. എന്തൊരു ഗതികെട്ട പാർട്ടിയാണ് നിങ്ങളുടെ പാർട്ടി. കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏതെങ്കിലും സൈബർ അണിയല്ല, സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ KPCCയുടെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയുടെ നേതാവ് പോസ്റ്റ് ഇട്ടിട്ട് അണികളോട് പറയുകയാണ്, ഇനി വേറെ രക്ഷയൊന്നുമില്ല, മുഖ്യമന്ത്രി ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നില്ല, എന്തിനാണ് അടൂർ പ്രകാശും ഈ ആളുകളൊക്കെ അങ്ങോട്ട് പോയതെന്ന് ഉത്തരം കിട്ടുന്നില്ല, ഏതായാലും സംഗതി പോയിരിക്കുകയാണ്, എന്നാൽ പിന്നെ AI വെച്ച് പിടിച്ചോ എന്നാ ഇവർ കൊടുക്കുന്ന ആഹ്വാനം. ആ ആഹ്വാനം കേട്ടിട്ട് അതിന്മേൽ ഉത്തരം പറയാതെ ഇങ്ങോട്ട് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഒരു വിവരം കിട്ടിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അന്വേഷണ ഉദ്യോഗസ്ഥന് കത്തെഴുതിയിട്ടിതാ, ഞാനിതാ കത്തെഴുതിയിട്ടുണ്ട്, കത്തിങ്ങനെ മാധ്യമങ്ങളെ കാണിച്ച് എന്നിട്ട് ഞാൻ സത്യസന്ധനാണ് എന്ന് പ്രഖ്യാപിക്കേണ്ട കാര്യമുണ്ടോ? കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിക്ക് മുന്നിൽ നിരവധിയായ വിവരങ്ങൾ കിട്ടുന്നുണ്ടാവാം. ആ വിവരത്തെല്ലാം അടിസ്ഥാനപ്പെടുത്തിയിട്ട് അന്വേഷണം നടക്കും. ഇപ്പോൾ ഹൈക്കോടതി നിയന്ത്രണത്തിലുള്ള SIT അന്വേഷിക്കുന്നു. ആ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മുമ്പാകെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി കിട്ടുന്ന എല്ലാ വിവരങ്ങളും ഞങ്ങൾ കൈമാറും എന്ന കാര്യത്തിൽ എന്താ തർക്കം? അപ്പോൾ മുഖ്യമന്ത്രി കൈമാറിയിട്ടുണ്ട് ഈ പറയുന്ന കാര്യങ്ങളും എന്നതാണോ അങ്ങ് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? മുഖ്യമന്ത്രിക്ക് അതൊരു തെളിവായി തന്നെ കിട്ടിയിരിക്കുന്നു, അത് കൈമാറിയിരിക്കുന്നു. ചർച്ചയിൽ രാജു പി നായർ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എന്താണ്? അല്ല, നമ്മളിപ്പോ ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണല്ലോ ചർച്ച. ഒരാളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എന്താണ്? രാജു പി നായർ എന്ന് കാണേണ്ടതില്ല ശ്രീ സനോജ്. നമ്മൾ ചർച്ചയിൽ നമ്മൾ കാണികളെ കാഴ്ചക്കാരെ ബോധ്യപ്പെടുത്തുകയാണല്ലോ. രാജു പി നായർ എന്തിനായി ചോദ്യം ചോദിച്ചത്? എന്റെ സ്മൃതി, രാജു പി നായർ ഈ ചർച്ചയിൽ ഈ ചോദ്യം ചോദിച്ചത് എന്തിനാണ് ചോദിച്ചത്? അടൂർ പ്രകാശ് ഇന്ന് പറഞ്ഞ ചിത്രത്തിന്റെ വാദം പൊളിഞ്ഞു പോയി. ആ വാദം പൊളിഞ്ഞപ്പോഴാണ് KPCCയുടെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയുടെ ആള് ഒരു AI ചിത്രം ഉണ്ടാക്കിയിട്ട് നാണമില്ലാതെ പ്രചരിപ്പിക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റേ നല്ല നട്ടലുള്ള ആളുണ്ടല്ലോ, അദ്ദേഹത്തിന് ആ നട്ടലിന് പകരം വാഴപ്പിണ്ടിയെങ്കിലും ഉണ്ടെങ്കിൽ പറയാനുള്ള ധൈര്യം ഈ ചർച്ചയിൽ കാണിക്ക്. ചെവിയിൽ സംസാരിക്കുന്ന ചിത്രം AI ചിത്രമാണ്. സുബ്രഹ്മണ്യൻ പോറ്റിയും ഇദ്ദേഹവും എല്ലാം നിൽക്കുന്ന ഫോട്ടോ ഉണ്ട്. അതൊരു ഗ്രൂപ്പ് ഫോട്ടോ ആണ്. അത് ക്രോപ്പ് ചെയ്തെടുത്തിട്ട് തെറ്റായ നിലയിൽ അതിനെ ഉപയോഗപ്പെടുത്തുന്നു, എന്നിട്ട് പ്രചരണം സംഘടിപ്പിക്കുന്നു. എന്നിട്ട് അന്തസ്സില്ലാത്ത നിലയിൽ ഇവിടെ വന്നിട്ട് വെല്ലുവിളിക്കുകയാണ് നട്ടലിന്റെ പേരും പറഞ്ഞിട്ട്. ഈ നട്ടലിന്റെ കാര്യത്തൊക്കെ പറയുമ്പോണ്ടല്ലോ മറ്റു കുറെ കാര്യങ്ങൾ പറയേണ്ടി വരും. നിങ്ങൾ വയനാടിന് വേണ്ടിയിട്ട് 30 വീടുണ്ടാക്കാൻ വേണ്ടി പണം പിരിച്ചിട്ട് ആ പണം എന്തിനൊക്കെ ഉപയോഗിച്ചു എന്ന ചോദ്യം ജനങ്ങൾ ചോദിച്ചപ്പോ ഒരു നട്ടലും കണ്ടിട്ടില്ലല്ലോ രാജു പി നായർക്ക്. അന്ന് ചാനൽ ചർച്ചയിൽ വന്നിട്ട് ബബ്ബയായിരുന്നല്ലോ. അന്ന് നട്ടലിന് പകരം എന്തായിരുന്നു അവിടെ ഫിറ്റ് ചെയ്തിട്ടുള്ളത്? നട്ടലിനെ കുറിച്ചൊന്നും അധികം പറയേണ്ടതില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി കിട്ടുന്ന എല്ലാ വിവരങ്ങളും ഏത് ചെറിയ വിവരമായി കഴിഞ്ഞാലും അത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പിന്നാലെ കൊടുക്കും. ശ്രീ രാജു പി നായർ, ഒരു AI ചിത്രമാണോ ഇപ്പോൾ യഥാർത്ഥ ചിത്രമായി തെറ്റിദ്ധരിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ, അതായത് മുതിർന്ന നേതാക്കൾ വരെ, ചെന്നിത്തല അടക്കം അത് പറഞ്ഞിരിക്കുന്നത് ചെവിയിലൊതുന്ന ഇതിൽ സംസാരിക്കുന്ന ചിത്രം എന്നുള്ളതാണ്. യഥാർത്ഥ ചിത്രവും ഇപ്പോൾ സനോജ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. 2 ചിത്രങ്ങളും അത് മാറ്റി അദ്ദേഹത്തിന്റെ തോളിലൊക്കെ തട്ടി തിരിച്ചു നിൽക്കുന്ന ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിത്രം, ഇങ്ങനെയൊക്കെയാണോ കോൺഗ്രസ് ചെയ്തത്? ശ്രുതി, ഈ ചിത്രങ്ങളുടെ ഇതന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ചിത്രങ്ങൾ മുഴുവൻ ഈ വിഷയത്തിൽ CPM പ്രതിരോധത്തിൽ അട്ടിമറിക്കുന്നതിന് വേണ്ടി ചെയ്തിട്ടതാണ്. ഈ ചിത്രങ്ങൾ ഞാൻ ചോദിക്കട്ടെ, ഇനി ഈ ചിത്രങ്ങളുണ്ടല്ലോ, ഇവർ ഈ ചിത്രങ്ങളെ കുറിച്ച് അന്വേഷിക്കട്ടെ. ആർക്കാ എതിർപ്പ്? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എന്നാ അറസ്റ്റ് ചെയ്തത്? എത്ര നാളായി? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്ത് ഇത്രയും നാൾക്ക് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ SIT ശാസ്ത്രീയമായി ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലല്ലേ N വാസുവിനെയും പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നത്? അല്ലേ? ഉണ്ണികൃഷ്ണൻ പോറ്റിയാണല്ലോ അടൂർ പ്രകാശിന്റെയും പിന്നെ ആന്റണിയുടെ ഒപ്പം സോണിയാഗാന്ധിയിലേക്ക് പോയി അടുത്തേക്ക് ചെന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ ചിത്രം അന്നു മുതൽ ഈ ചിത്രം പുറത്തുണ്ടല്ലോ, സ്മൃതിക്കറിയാലോ, ഇപ്പോഴല്ലല്ലോ, മുഖ്യമന്ത്രി പറയുമ്പോഴല്ലോ ഈ ചിത്രം വരുന്നത്. ഇത് അന്നു മുതൽ ഈ ചിത്രം പുറത്തുണ്ടല്ലോ. എന്റെ SITക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ഈ ചിത്രം കാണിച്ചിട്ട് ആന്റണിയും അടൂർ പ്രകാശുമായിട്ട് നിങ്ങൾക്കുള്ള അവിഹിത ബന്ധം എന്താണ്, ഈ ശബരിമല കൊള്ളയിൽ അവർക്കുള്ള പങ്ക് എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അടൂർ പ്രകാശിനും ആന്റണിക്കും എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ ഈ SIT എന്തെങ്കിലും ദാക്ഷിണ്യം കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കെതിരെ നടപടിയെടുക്കാതിരിക്കാൻ മാറ്റിവെക്കുമോ? അപ്പോൾ SIT ഇത്രമാത്രം വിശദമായിട്ട് ചോദ്യം ചെയ്ത ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ പേരുകൾ ഏതൊക്കെയാ? CPMന്റെ 2 നേതാക്കന്മാരായിട്ടുള്ള N വാസു, അതുപോലെ തന്നെ പത്മകുമാർ, പിന്നെ മുരാരി ബാബുവിന്റെ ഉൾപ്പെടെയുള്ള ബൈജുവിന്റെ ഉൾപ്പെടെയുള്ള പേരുകൾ വന്നു. എന്തേ ഏകദേശം 2.5-3 മാസമായിട്ട് നടക്കുന്ന അന്വേഷണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ആന്റണിക്കും അതല്ലെങ്കിൽ അടൂർ പ്രകാശിനും ഈ സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ട് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല? വെറുതെ ഈ ആൾക്കാർ നിരയായിട്ട് ജയിലിലേക്ക് പോകുമ്പോൾ ഇമാതിരി പൊട്ടത്തരം വിളിച്ചു പറയായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും?
അന്വേഷണത്തിന് ഞാൻ പറഞ്ഞ ഹൈക്കോടതിയാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, ഹൈക്കോടതിയാണ് നിരീക്ഷണത്തിലിരിക്കുന്നത്. പക്ഷെ കേരള പോലീസിന്റെ ഒരു സംഘമാണ്. ആ കേരള പോലീസ് സംഘത്തിന് ആഭ്യന്തര വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിൽ രണ്ട് CPM നേതാക്കന്മാരും സംഘടനാ നേതാക്കന്മാരും ഒക്കെ ജയിലിൽ കിടക്കുമ്പോൾ ഇത്തരത്തിലൊരു ഫോട്ടോയും എടുത്തു വെച്ചുകൊണ്ട് ആ ചർച്ചയെ വഴിമാറ്റാൻ ശ്രമിക്കുന്നത് ഇതിന്റെ പിന്നിൽ ഇങ്ങേരാണെന്നുള്ളതിന്റെ തെളിവല്ലേ? 3 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെയും 2 മന്ത്രിമാരെയും നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ ആ ശക്തി കേരളത്തിലെ CPM ആരാ സ്മൃതി? രാഷ്ട്രീയമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഞാനതാ വെച്ചത്, പത്മകുമാർ വിചാരിച്ചാൽ നടക്കുന്നതാണോ? ഈ 3 പേരെ ഇത്തരത്തിലുള്ള അധികാര സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ള കേരളത്തിലെ CPM നേതൃത്വം ആരാണ്? ആ രാഷ്ട്രീയ ചോദ്യത്തിന്റെ മറുപടിയാണ് ഞാൻ പറയുന്ന സിനിമയിലെ കഥ. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ജയറാം, ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെന്ന് പറയുന്ന മോഹൻലാലിന്റെ കഥാപാത്രം, ഇത് അവതരിപ്പിച്ച അദ്വൈതം സിനിമത്തിനകത്ത്, അദ്വൈതം സിനിമയ്ക്കകത്ത് സോമൻ അവതരിപ്പിച്ച ശേഖരൻ. ആ സോമൻ അവതരിപ്പിച്ച ശേഖരനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹം ഇത്രമാത്രം ഈ തെരഞ്ഞെടുപ്പ് ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ അല്ലെങ്കിൽ വഴിതിരിച്ചുവിടാൻ പോകുന്ന രീതിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ SITക്ക് വിവരം കൊടുക്കാതെ ഈ മാധ്യമങ്ങളിൽ മാത്രം പറയുന്നുണ്ടെങ്കിൽ പേടിച്ചു വിറച്ചിരിക്കുന്നത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പിണറായി വിജയനാ. തമിഴ്നാട്ടിലെ വിഗ്രഹമോഷണ സംഘത്തിലെ ഒരു മലയാളി ഉണ്ടായിരുന്നല്ലോ, ആ മലയാളി 22 വർഷത്തിന് ശേഷം പിടിയിലായി. എടുക്കാൻ പറ്റുമോ ശ്രീ രാജു പി നായർ? രാഷ്ട്രീയ ആരോപണം അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കുന്നതിനപ്പുറം മുഖ്യമന്ത്രിയാണ് ഇതിന് രാഷ്ട്രീയ ആരോപണമല്ല സ്മൃതി. നമുക്ക് സ്മൃതി ഞാൻ ചോദിക്കട്ടെ, N വാസു CPM പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നില്ലേ? N വാസുവിനെ ദേവസ്വം കമ്മീഷണറായിട്ട് നിയമിക്കുന്നത് ആരുടെ താല്പര്യത്തിലാ? ഈ സർക്കാരിന്റെ നോമിനി ആയിട്ടല്ലേ? 2019 N വാസു ഇരിക്കുമ്പോൾ നടത്തിയിട്ടുള്ള കൊള്ള ഞാൻ പറയട്ടെ 2019 ദേവസ്വം ബോർഡ് N വാസു പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോൾ നടക്കുന്ന കൊള്ള ഈ ഫോട്ടോ ഒന്നും അല്ലല്ലോ. ദേവസ്വത്തിന്റെ വിജിലൻസ് തന്നെ കണ്ടുപിടിച്ചാണല്ലോ തട്ടിപ്പ് നടന്നു. ആ ദേവസ്വം കമ്മീഷണറായിരുന്ന N വാസുവിനെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിട്ട് ചരിത്രത്തിലൊരിക്കലും കമ്മീഷണർമാരെ പ്രസിഡന്റ് ആക്കാത്ത ഈ പിണറായി വിജയൻ സർക്കാർ എന്തിനാ N വാസുവിനെ കമ്മീഷണറാക്കിയത്? അതിനുശേഷം പത്മകുമാർ ഇല്ലേ, ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് എന്താ? 2019 ഈ കള്ളക്കടത്ത് മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് 2025 PS പ്രശാന്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും വിളിച്ചു വരുത്തിയത്. അതല്ലേ? രാഷ്ട്രീയ ആരോപണമല്ല, കേരളത്തിലെ ഹൈക്കോടതിയുടെ ദേവസ്വം ബോർഡ് എഴുതി വെച്ചിരിക്കുന്ന ഉത്തരവാ. അങ്ങനെ 3 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിന് വിരുദ്ധമായിട്ടാണോ നിയമിക്കുന്നത്? ആണോ? CPM ഏതെങ്കിലും ഒരു തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതെ അദ്ദേഹത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് നടക്കുവോ? അപ്പൊ 3 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ ഇതിനകത്ത് ഈ കള്ളക്കടത്തിൽ പങ്കാളിയായിട്ടുണ്ടെങ്കിൽ അത് ഈ സർക്കാരിന്റെ പ്രത്യേക താല്പര്യപ്രകാരം എല്ലാ പ്രസിഡൻസിനെയും മറികടന്ന് രാഷ്ട്രീയത്തെ മറികടന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് സംശയമില്ല പിണറായി വിജയൻ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? നിഷേധിക്കാൻ പറ്റുമോ? കേരളത്തിലെ CPM അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബിക്ക് വിലയുണ്ടോ ഈ പാർട്ടിക്കകത്ത്? പിണറായി വിജയൻ പറയുന്നതിനപ്പുറം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിട്ട് ഈ പറയുന്ന ദേവസ്വം കമ്മീഷണർ ആയിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കാൻ പിണറായി വിജയന്റെ അനുവാദം ഇല്ലാതാന്ന് പറഞ്ഞത്. ഒരു ഫോട്ടോയും കൊണ്ട് നടക്കുകയാണല്ലേ? കള്ളത്തരം കാണിച്ചതിന്റെ കൊണ്ടുവന്നപ്പോൾ തട്ടിപ്പ് നടന്നു എന്ന് ദേവസ്വം വിജിലൻസ് എഴുതി വെച്ചിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തെ ഫോട്ടോയും കൊണ്ട് ഫോട്ടോ പ്രചരിപ്പിക്കുകയാണ്. അതിനെന്തെങ്കിലും അന്തസ്സുള്ള കാര്യങ്ങൾ കൂടെ നടക്കണം. നിർമ്മിച്ച ഫോട്ടോ ഹൈക്കോടതിയുടെ കോടതി വിധികളാ പറഞ്ഞത്. ഈ പറയുന്ന ഡി മണിയുള്ള വിവരങ്ങളടക്കം നാണംകെട്ട പണിയെടുക്കുന്നു, അന്തസ്സില്ലാത്ത പണിയെടുക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ സൈബർ അണികളോട് പറയുന്നത് ഇനി രക്ഷയില്ല, കയ്യോടെ പിടിക്കപ്പെട്ടിരിക്കുന്നു എന്നാ പറഞ്ഞത്. ഗോവർദ്ധനൻ സകല കള്ളന്മാരും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ സോണിയാഗാന്ധിയുടെ വീട്ടിൽ എന്താ പരിപാടി? എന്തായിരുന്നു സോണിയാഗാന്ധിയുടെ വീട്ടിൽ പരിപാടി? കട്ടെടുത്ത സ്വർണം വീതം വെക്കലായിരുന്നോ? കട്ടെടുത്ത സ്വർണം വീതം വെക്കലായിരുന്നോ സോണിയാഗാന്ധി? സ്വർണ്ണ വ്യാപാരിക്ക് അവിടെ നമ്മുടെ സമയം പൂർണ്ണമായി അവസാനിക്കുകയാണ്. വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ രമേശ് ചെന്നിത്തല, TK സനോജ്, ശ്രീ രാജു പി നായർ, ശ്രീ TK രാജഗോപാൽ. ഇനി കാണാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.